الرحيم وإذا وقع القول عليهم أخرجنا لهم دابة من الأرض تكلمهم أن الناس كانوا بآياتنا لا يوقنون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تترى على خير البنين من مضر من بين رسل الله واسيط الدرر بحر العطايا المصطفى العالي القدر آخل الشفاعة خير من جاء بالزبر ركن الهدى وابل الندى وهو البدر بتمامه ولنوره استحيا القمر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ബഹുവന്യരായ ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ലോകാവസാനം സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായി ലോകത്ത് നടക്കാനിരിക്കുന്ന വലിയ അടയാളങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് കുറച്ച് വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പറഞ്ഞു. ബാക്കിയുള്ള വിഷയങ്ങൾ ഇന്നും നാളെയുമായി പറഞ്ഞ് നാം അവസാനിപ്പിക്കും. വലിയ അടയാളങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ദാബത്തുൽ അർളിന്റെ വരവ്. ദാബത്തുൽ അർള് എന്താണെന്നും അതിന്റെ രൂപഭാവങ്ങളെ സംബന്ധിച്ചും എപ്പോഴാണ് അത് പുറപ്പെടുന്നത് എന്നും വിശുദ്ധ ഖുർആനിലെ നേരത്തെ ഓതിവെച്ച സൂറത്തുൻ നംലിലെ 82-ാം സൂക്തം വിശദീകരിച്ച് ഖുർആൻ പണ്ഡിതർ നമ്മെ പഠിപ്പിക്കുന്നു. ഖിയാമത്ത് നാൾ അടുത്തു എന്ന് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ ഓതും. ഇഖ്തറബ എന്ന വാക്ക് അടുത്തു എന്നതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിക്കുന്നതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ലോകത്തിന്റെ സമയവും സന്ദർഭവും ഇനി വരാനില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ മുൻപത്തേതിലേക്ക് അപേക്ഷിച്ച് ഓരോ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴും ഇഖ്തറബ എന്ന വാക്ക് അതിനനുസരിച്ച് അടുത്തു എന്ന് അർത്ഥം വെക്കണം. ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ, ഖിയാമത്ത് നാൾ അടുത്തു. അതിന്റെ ഒരു ലക്ഷണമായി
ചന്ദ്രൻ പിളർന്നു. അതൊരടയാളമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം, വരവ് ഒരടയാളമാണ്. ഇനി മറ്റൊരു നബി ലോകത്ത് ഒരു പുതിയ ശരീഅത്തുമായി വരാനില്ല എന്നത് ലോകം ഈ ഒരു ഉമ്മത്തിൽ സമാപിക്കുന്നു, അവസാനിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അപ്പൊ അതുവരെ കഴിഞ്ഞ കാലം ഇനി കഴിയാനില്ല. അടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ അടയാളങ്ങൾ ഓരോന്നും കാണുമ്പോൾ അടുത്തു എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ അടുത്തു. അപ്പൊ നമ്മുടെ ഉപ്പാപ്പന്മാരെക്കാൾ കൂടുതൽ നമ്മൾ അതിലേക്ക് അടുത്തു. ഇനി ഓരോ ടൈം കഴിഞ്ഞ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവ് ഉണ്ടാകുന്ന സമയത്ത് ഉള്ള ആളുകൾ നമ്മളെക്കാൾ കൂടുതൽ അടുത്തു. പിന്നെയുള്ള ആളുകളൊക്കെ അടയാളങ്ങൾ ഇങ്ങനെ വരിവരിയായി ഓരോന്നോരോന്ന് വരുന്നത് ഇങ്ങനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യും. ലക്ഷണങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ഹദീസിന്റെ അവസാനത്തിൽ വആയാത്തിൻ തതാബഉ കനിലാമിൻ ഖുതിയ സിൽകുഹു ഫതതാബഅ, കുറെ അടയാളങ്ങൾ ഇങ്ങനെ എണ്ണീറ്റ് പറഞ്ഞു. ഇനി തുടരെ വരുന്ന വലിയ വലിയ അടയാളങ്ങൾ വരാണ്ട് എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അന്ന് ലോകത്ത് പുനരുദ്ധാരണം നടത്തുമ്പോ ആളുകളുടെ ചർച്ച ദജ്ജാലിന്റെ വരവിനെ കുറിച്ചാണ്. ദജ്ജാൽ വന്നാൽ പിന്നെ അടുത്ത ചർച്ച ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിനെ കുറിച്ച്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ പിന്നെ അടുത്ത ചർച്ച യഅ്ജൂജ് മഅ്ജൂജിന്റെ വരവിനെ കുറിച്ച്. ഇങ്ങനെ ഓരോന്നും തങ്ങളാ പറഞ്ഞ ഉദാഹരണം, ഒരു മാല അറ്റുപോയാൽ അതിലുള്ള മുത്തുകൾ വരിവരിയായി വരുന്നത് പോലെ തുടരെ തുടരെ താമസമില്ലാതെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ദാബത്തുൽ അർളിന്റെ വരവ് എപ്പോഴാണ് എന്നതിൽ ഖുർആൻ പണ്ഡിതർക്കിടയിൽ രണ്ട് പക്ഷമുണ്ട്. രണ്ടും പറയാം, സ്വീകരിക്കാമല്ലോ. ഒന്നൊന്നിനോട് എതിരൊന്നുമല്ല. രണ്ട് പക്ഷമുണ്ട് ആ വിഷയത്തിൽ. എപ്പോഴാണ് ആ വരവ് എന്നതിനെ സംബന്ധിച്ച് ടൈമല്ല, ടൈം ഇൻഷാ അല്ലാഹ് പറയാം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തന്നെ കൃത്യ ടൈം ഹദീസിലൊക്കെ പറഞ്ഞു. സമയം വരുന്ന സമയത്ത് രാവാണോ പകലാണോ നടക്കും. അപ്പൊ അത് ദാബത്തുൽ അർള് കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞോ? ഇല്ല. നമ്മളിപ്പോ പറഞ്ഞെത്തിയിട്ട് 4-5 അടയാളങ്ങളായിട്ടുള്ളൂ. വിശദമായി പോകുമ്പോൾ ഇനിയും പോകണം. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു 4 എണ്ണം നല്ല കട്ടിയും കനമുള്ള ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തേൽ നമ്മൾ പാകപ്പെടുന്ന വിശദീകരണത്തോടു കൂടെ അവസാനിപ്പിക്കും. വിശദമായുള്ള ചർച്ചകൾക്കും കാര്യങ്ങൾക്കും പിന്നീട് ഇൻഷാ അല്ലാഹ് സമയവും സന്ദർഭവും ഒരുക്കി ആ പഠനം നടത്തും. ഈ ദാബത്തുൽ അർളിന്റെ വിഷയത്തെ സംബന്ധിച്ച് ഖുർആനിൽ സൂറത്തുൻ നംലിലൂടെയാണ് അള്ളാഹു പഠിപ്പിച്ചത്. പക്ഷെ അത് പറയുന്നിടത്തതിന്റെ തുടക്കം വഇദാ വഖഅൽ ഖൗലു അലൈഹിം, ആ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. വഇദാ വഖഅൽ ഖൗലു അലൈഹിം, ആ ജനങ്ങൾക്കുമേൽ ആ വാക്ക് യാഥാർത്ഥ്യമായാൽ. വഖഅൽ ഖൗൽ, ഏതാണ് ഈ ഖൗല് എന്നതിനെ കുറിച്ച് തന്നെ വിവിധ വീക്ഷണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗളബ് അവരുടെ മേൽ ഉറപ്പായാൽ എന്ന് പറഞ്ഞാൽ ഇനി അവർ വിശ്വസിക്കൂല. അങ്ങനെ അർത്ഥം വെക്കുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ വഫാത്തായി കഴിഞ്ഞ് ജനങ്ങൾക്ക് നേരത്തെ നൽകിയിരുന്ന നല്ല സംസ്കാരവും ദീനീബോധവും നീതിയൊക്കെ മാറി ആളുകൾ വീണ്ടും അവസ്ഥ മാറും. ആളുകൾ മാറും. ആളുകൾ ഒരേ ലെവലിൽ നിൽക്കൂല. ഒരേ ലെവലിൽ നിൽക്കണമെങ്കിൽ ആ നയിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അതേ ലെവലിൽ ഉണ്ടെങ്കിൽ ഒരേ ലെവലിൽ നിൽക്കും. ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇതെപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഗളബ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് അവർക്ക് മേൽ യാഥാർത്ഥ്യമാകൽ എപ്പോഴാണ്? ഇദാ ലം യഅ്മുറൂ ബിൽ മഅറൂഫി വയൻഹൗ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാൻ ആളില്ല, തിന്മ വിലക്കാനും ആളില്ലാത്ത ഒരു സന്ദർഭം. അങ്ങനത്തെ ഒരു ടീമിന് അള്ളാഹുവിന്റെ സഖത്ത്, ദേഷ്യം, കോപമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോ ലോകത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ഉലമാ ഒക്കെ ഉപദേശിക്കുന്ന നിർദ്ദേശിക്കുന്ന ഉലമാ ഒക്കെ പോയിട്ടുണ്ടോ? വഖഅൽ ഖൗലു
യകൂനു ബിമൗത്തിൽ ഉലമാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ അങ്ങനെയാണ്. ഈ വാക്ക് യാഥാർത്ഥ്യമാകാന്നത് കൊണ്ട് ഉദ്ദേശം ഉലമാ ഒക്കെ മരിക്കുക, കനപ്പെട്ട ആലിമീങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കല്ലേ. എത്ര എത്ര വലിയ വലിയ ആലിമീങ്ങൾ. നമ്മൾ ഈ റബീഉൽ ആഖിറിൽ തന്നെ വഫാത്തായി പോയ ആലിമീങ്ങൾ എടുത്തു നോക്കുമ്പോ എത്ര ഉണ്ട്. ഒക്കെ ഇൽമു കൊണ്ടും അമല് കൊണ്ടും ജനങ്ങൾക്കിടയിൽ പിന്തുടരാൻ പറ്റുന്ന നല്ല നല്ല ഉലമാക്കൾ. റബീഉൽ ആഖിറിൽ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ. ഓരോ മാസവും നമ്മളിങ്ങനെ കലണ്ടർ നോക്കുമ്പോ മുൻഗാമികളായി നമ്മളുടെ ഇടയിൽ ജീവിച്ചവര്, അതിന്റെ മുമ്പുള്ളവരൊക്കെ എത്ര ഉണ്ട്. ഓരോ നല്ല ഗഡ്സുള്ള ആൾക്കാർ പോകും, ആ സ്ഥലത്തേക്ക് പിന്നെ അത്ര ഉയർച്ചയുള്ള ആള് വരുന്നില്ലല്ലോ. അത്ര മികവ് പുലർത്താൻ പറ്റുന്ന വലിയ കഴിവുള്ള ആലിമ്യങ്ങളൊക്കെ എത്ര എത്ര ആളുകൾ പോയി. ഈ മാസം വഫാത്തായ വലിയൊരു ആലിമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അള്ളാഹു കൊടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ. എന്തായിരുന്നു അവരുടെ ഇൽമ്? അവരെ ജനങ്ങൾക്ക് പേടി എന്തിന്റെ പേരിലായിരുന്നു? ഇൽമിന്റെ പേരിലായിരുന്നു. എന്തെങ്കിലും ഒരു ബാത്തിലായത് ആര് സംസാരിച്ചാലും, മുസ്ലിങ്ങളെ എന്നില്ല, ക്രൈസ്തവര് വരെ പറയാൻ പേടിച്ചിരുന്നു ഇസ്ലാമിനെതിരെ ഒരു കാര്യം. അതിനനുസരിച്ച് മറുപടി കൊടുക്കും. അതവരെ ഇൽമാണ്. അവരെ കാഴ്ചയിൽ അതൊരു ഇങ്ങനെ തുണി കൊടുത്തല്ലേ തലക്കെട്ട് കെട്ടിയ ഒരു സാധു, വിഷയം കൊണ്ട് തുടങ്ങിയാൽ പിന്നെ അവർക്ക് ആ ഒരു മറയൊന്നും ഉണ്ടാകൂല. ശരിക്കും നല്ലോണം കിട്ടി ദഹിച്ചിട്ട് ഇറങ്ങിപ്പോകും. നല്ല തലക്കനമുള്ള ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. എത്ര വിശുദ്ധിയാർന്ന മഹാൻ. അവരൊക്കെ ജീവിതം കണ്ട് പഠിച്ച് കൂടെ നടന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, അല്ലെ? ഉണ്ട്. അവര് പറയും, അനുഭവിച്ച ആളുകൾ പറയും അനുഭവങ്ങൾ, അവരുടെ സൂക്ഷ്മതയും. അവരൊരു കാര്യത്തില് ഇപ്പോ കച്ചവടം ചെയ്ത ആൾക്കാരാണെങ്കിലും മരക്കച്ചവടത്തിന്റെ വർത്തമാനം പറയും. അങ്ങനെ ഒരു മരക്കച്ചവടം ആരും ചെയ്യൂല. നമ്മളാരും ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. കാരണം അത് അവരുടെ സൂക്ഷ്മതയാണ്. ഒരു മരം വിൽക്കുമ്പോ ഏത് മരത്തിനും കേടും അപ്പുറം പുറം പൊത്തും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊക്കെ കൂടി പറഞ്ഞ് വിൽക്കാന്നുള്ളത് അതൊരു സൂക്ഷ്മതയാണ്. ഇങ്ങനൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കൊടുത്തെങ്കിലേ ഞാനീ കൊടുക്കുന്നത് ശരിയാവുള്ളൂ എന്നുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോ പിന്നെ എത്ര വില പറയാം? വാങ്ങിയത് 5000-നും കൊടുക്കുന്നത് 2000-നും. അങ്ങനെ ആകുമ്പോ ഉറപ്പല്ലേ അത് ലാഭം ഉണ്ടാവില്ല. പക്ഷെ ലാഭമില്ലെങ്കിലും എന്താ മഹാനവറുകൾ ചിന്തിക്കുന്നത്? ഞാൻ കൊടുക്കുന്ന വിൽപ്പനയും സ്വഹിയാകണം, അയാൾ വാങ്ങണവും സ്വഹിയാകണം, 2 രൂപത്തിൽ. കാരണം ബൈയിൽ വിൽപ്പനയിൽ പ്രധാനമായിട്ടുള്ളത് പരസ്പര തൃപ്തിയാണ്. അപ്പൊ ഞാൻ അയാളെ പറ്റിച്ചു എന്ന് വരരുത്, അയാൾക്ക് തോന്നരുത് ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നരുത്. അതാണ് ഈ പറഞ്ഞത്. അത് ഇമാമിങ്ങളെ സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്, അവരുടെ ഇത്തിബാആണത്. ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വസ്ത്ര കച്ചവടക്കാരനായിട്ട് മഈശത്തിന് വേണ്ടി, തെറ്റൊന്നുമില്ലത്, അത് ശരി, വസ്ത്രം വിൽപ്പന നടത്തും. ചിലപ്പോ മഹാനവറുകൾ ദർശനമാകുമ്പോ ആളെ വിടുന്ന ആൾക്ക് കൂലി കൊടുക്കട്ടോ, ഒരാളെ വിടും. ഒരു കൂട്ടം വസ്ത്രം കൊണ്ട് ഇറക്കിയപ്പോ അത് പുതിയത് വിൽക്കാനുള്ളതാ. ഒന്ന് ഡാമേജ് ആയി കണ്ടു. ഒന്ന് എന്നാ ഒരു ജോഡിയിൽ ഒന്ന്, ബാക്കി ഇഷ്ടം പോലെ. വിൽപ്പനക്കാരനോട് പറഞ്ഞു, ഇത് പറഞ്ഞ് വിൽക്കണം. ഒരു വസ്ത്രം, നമ്മളിപ്പോ ഒരു വസ്ത്രം വാങ്ങുമ്പോ എത്ര വട്ടം മറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. വാങ്ങുന്ന ആളും നോക്കുമല്ലോ, ഇത് പറ്റൂലേ, ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കുമല്ലോ. പക്ഷെ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, കൊണ്ടുപോകുന്ന ആളോട് ഇത് പറഞ്ഞ് വിൽക്കണം കേട്ടോ, ഇതിനൊരു ചെറിയ കേടുണ്ട്. അയാൾ അതൊക്കെ ആ കുറി കൊണ്ടുവന്നതൊക്കെ വിറ്റ് തിരിച്ചു വന്നപ്പോ വിറ്റോന്ന് വെച്ചു. ഫുള്ള് വിറ്റു, കാശേറ്റ് വന്നതാ. എന്നിട്ട് ആ കേടുള്ള ഒന്ന് പറഞ്ഞിരുന്നോന്ന് വെച്ചു. എന്ന് പറഞ്ഞാ പറഞ്ഞ ആള് കൊടുത്ത്. അപ്പൊ നമ്മളൊരു ചോദ്യമില്ലേ, വാങ്ങണ ആളും നോക്കൂലേ? അല്ലെ, അവിടെ അങ്ങനെ ചോദ്യം നമ്മളാണേ ചോദിക്കുമല്ലോ, ഇത് വാങ്ങണ ആളും നോക്കൂലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുത്തത്, ഞാനത് വിട്ടുപോയി, എന്നാ ഇതിന്റെ ഒറ്റതിന് കാശ് വേണ്ട. ആ ഒന്നിന്റെ അല്ല, കൂട്ടത്തിലുള്ള ഒരു ഒറ്റൊന്നിന്റെയും കാശ് എനിക്ക് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയി ആർക്കും കൊടുത്തത്. അതവരുടെ സൂക്ഷ്മതയാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഈ വഴി പിന്തുടരുന്ന നല്ല ഖനപ്പെട്ട ആലിമീങ്ങൾ അവരെത്ര എണ്ണം കഴിഞ്ഞുപോയി. ഓരോരുത്തരും തീർന്നു പോകുമ്പോ
അതിന്റെ നഷ്ടം ഭൂമിയിലുള്ള എല്ലാ ആളുകളും, മനുഷ്യരും ജിന്നുകളും മറ്റു ജീവികളൊക്കെ അനുഭവിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വഇദാ വഖഅൽ ഖൗലു അലൈഹിം, അല്ലാഹുവിന്റെ ക്രോധം അവരുടെ മേൽ യാഥാർത്ഥ്യമായാൽ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഉലമാഇന്റെ മരണം കൊണ്ട്, വദഹാബിൽ ഇൽം, അറിവിന്റെ കുറവ് കൊണ്ട്. നിങ്ങളെ അഭിപ്രായ പ്രകാരം ഇപ്പൊ അറിവ് കൂടുതൽ എന്നാ കുറവ് എന്നാ? അല്ല, നമ്മളെ സംവിധാനങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുണ്ടല്ലോ അല്ലെ? 24 മണിക്കൂറും അറിവ് നുകരാൻ പറ്റിയ മേഖലയല്ലേ? എന്നിട്ടും അറിവ് കൂടുതലാണോ കുറവാണോ? കുറവാണ്. കുറവാണ് സഹോദരങ്ങളെ, കുറവാണ്. അപ്പോ അറിവിന്റെ കുറവ് എന്ന് ഞാൻ പറഞ്ഞത് കൂടുതൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഖുർആൻ ഓതി കേട്ടാൽ മതി. ഖുർആൻ ഓതി കേട്ടാൽ അറിയും എത്രമാത്രം അറിവുണ്ട്, അറിവ് കുറവുണ്ട്. അതുകൊണ്ടാണല്ലേ യാസീൻ ഉറക്കോതാൻ പേടിയാണ് ആളുകൾക്ക്. നല്ല പരിചയമുള്ള സൂറത്താണ്. ഒരാൾ ഓതുകയാണെങ്കിൽ എല്ലാവരും അതിനോട് അനുധാവനം ചെയ്ത് അങ്ങനെ ഓതും. അയാൾ ഇടക്കൊന്ന് കുരക്കാൻ വേണ്ടി നിർത്തിയാൽ എല്ലാവരും നിർത്തും. അയാൾ കുരക്കുമ്പോ കൂട്ടത്തിലാണ് കുരക്കും. അത് ഓത്തുപ്പെട്ടതല്ല. ആ ഓത്ത് അഥവാലെ കുടുങ്ങുന്ന ആൾക്കാരെ കാണാം. നല്ലോണം നിസ്കരിക്കുന്നവരാണ്. പക്ഷെ ഓല ബേക്കിലെങ്ങാനും മഗ്‌രിബിന് കുറച്ചാൾ വന്ന് തുടർന്നാല് ഓലാകെ തഹയ്യുറായി, ബേജാറായി. പിന്നെ ഒരിക്കലും അങ്ങനെ കുടുങ്ങിയ പിന്നെ മേലാലൊരു ഇമാമാവൂല. ഓതാൻ സഹോദരങ്ങളെ ഫാത്തിഹ സൂറത്ത് വളരെ കൃത്യമായി ഓതാൻ നല്ലോണം പഠിക്കണം. ഫർള് ഐനായിട്ട് നമ്മൾ ഖുർആനിൽ നിന്ന് പഠിക്കേണ്ട ഒരേ ഒരു സൂറത്ത് ഫാത്തിഹയാണ്. വേറൊന്നും പഠിക്കൽ ഫർള് ഐനില്ല, സുന്നത്താണ്. പക്ഷെ അതൊക്കെ അറിയണം, ഇൽമാണ് അതൊക്കെ. ഖുർആൻ മൊത്തം ഓതാൻ അറിയണം. ഖുർആൻ കൃത്യമായിട്ട് ഓതാൻ അറിയുന്ന ഒരാള് നല്ല വിവരമുള്ള ആളാണ്. നല്ല വിവരമുള്ള ആളാണ് അയാൾ. അയാൾക്ക് ഇമാമ് നിൽക്കാനുള്ള അർഹത ഉണ്ട്. അയാൾ വലിയ ബിരുദമുള്ള മൂലയിലേക്കൊള്ളുന്നില്ല. ഖുർആൻ ഓത്ത് നന്നായി അറിയുന്ന ഒരാൾ. ഖുർആൻ ഓത്ത് അറിയുമ്പോൾ ബാക്കിയൊക്കെ അറിയും. ഖുർആൻ ഓത്ത് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് ഇമാമ് നിൽക്കാനുള്ള യോഗ്യത. ആ യോഗ്യത കുറയും ഒരു ഹർഫ് ഓതാൻ കിട്ടുന്നില്ലെങ്കിൽ. ഫാത്തിഹയില് 156 അക്ഷരത്തില് 155 അറിയും, പക്ഷെ ഒന്നും അറിയില്ല. അതിന്റെ മഖ്റജൊന്നും മൊഴിയാൻ അറിയില്ല. എന്നാൽ അയാളെ പേര് ഖാരി എന്നുള്ളതെന്ന് മാറിയിട്ട് ഉമ്മി എന്നായി. ഓത്തറിയാത്ത ആള്. ഉസ്താദെ ഫാത്തിഹ അത്രയും ഓതാൻ അറിയില്ലേ? പോരാ. അതുകൊണ്ടാണ് ഫതുഹുൽ മുഈനിലും മറ്റുമൊക്കെ ഉമ്മീനെ തുടരാൻ പാടില്ല. വലൗ ബി ഹർഫിൻ, ഒരു ഹർഫ് കൊണ്ടാണ് അയാൾ ഉമ്മിയാകുന്നതെങ്കിലും ശരി, തുടർന്നാ ശരിയാകൂല. അയാൾക്കൊക്കെ കിട്ടും, പക്ഷെ എന്ന് മൊയ്യാൻ കിട്ടൂല. അയാൾ മൊയ്യുമ്പോ എന്നാവും. ഒരു ഉദാഹരണം ഞാൻ പറയണം. സീന് അയാൾക്ക് കിട്ടൂല. ഉദാഹരണത്തിൽ അയാൾ എത്ര സീന് പറയുകയാണെങ്കിലും അത് ആവും. അങ്ങനെ അയാൾ പറയാം. പേര് പറയുമ്പോഴും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയാം. ബസ് എന്ന് നമ്മൾ പറയുമ്പോൾ ബസ് എന്ന് പറയും. നമ്മളൊരാളെ പേര് മൂസ എന്ന് വിളിക്കുമ്പോൾ മൂസ എന്ന് വിളിക്കും. സീന് കിട്ടുന്നില്ല. ഒരക്ഷരല്ലേ ഫാത്തിഹയിലെ അക്ഷരമാണ് സീന്. അപ്പൊ ഒരക്ഷരാണ് കിട്ടാതാകുന്നത് എങ്കിൽ തുടരാൻ പറ്റൂല. ആളെ ബാക്കിലുള്ളവർക്ക് തുടരാൻ പറ്റൂല. അപ്പൊ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു യോഗ്യതയിലേക്ക് ഒരാണ്, ചെറിയ ആളാകട്ടെ വലിയ ആളാകട്ടെ മുതിർന്ന ആരാകട്ടെ, ഉയർന്നാൽ അതിന്റെ അർത്ഥം അയാൾക്ക് ഇൽമുണ്ട്. ഖുർആൻ ഓതാൻ നന്നായി അറിയും. അയാൾക്ക് നല്ല ഇൽമുണ്ട്. ഇൽമിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഖുർആൻ ഓത്തറിയാവുന്നത്. വേറെല്ലാം അറിയണമൊന്നുമല്ല തെളിവ്. ഏറ്റവും വലിയ തെളിവ് ഖുർആൻ ഓതാൻ അറിയാവുന്നത്. ഭാഷാപരമായി കഴിവുണ്ടാകട്ടെ ഇല്ലാതാകട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ല. ഖുർആൻ ഓതാൻ നന്നായി അറിയാന്നുള്ളത് അത് എത്രത്തോളം നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂട്ടി നോക്കുമ്പോൾ കുറവാണ്.
ഞാനൊരു സാമ്പിൾ പറഞ്ഞു. നിസ്കാര സംബന്ധിയായുള്ള വിവരങ്ങൾ ഒരു മനുഷ്യൻ എപ്പോഴും ചെയ്യേണ്ട ഇത്ര അവന്റെ ശരീരത്തോട് ബന്ധിക്കുന്ന ഒരു ഫർദ് വേറല്ലല്ലോ. നോമ്പ് വർഷത്തിലൊരിക്കലല്ലേ, ഹജ്ജ് അതിനുള്ള എല്ലാ കഴിവും ഒഴിവും സംരംഭങ്ങളൊക്കെ ഉണ്ടായാൽ, സക്കാത്ത് അതിനനുസരിച്ചുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിസ്കാരം അങ്ങനെയല്ലല്ലോ. ഈ നിസ്കാരം കൃത്യമായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ അറിയുമെങ്കിൽ അയാൾ ആലിമാണ്. ഫത്ത് കൊടുക്കാൻ പറ്റിയ ആലിമാന്നല്ല, അയാൾ നല്ല വിവരമുള്ള ആളാന്ന് പറയാൻ പറ്റും. നിസ്കരിക്കാനായിട്ട് ശരിക്കും അറിയാം. അതിന്റെ ഷർത്തും ഫർളും സുന്നത്തും മക്രൂഹാത്തൊക്കെ പാലിച്ച് നിസ്കരിക്കാൻ. മുമ്പൊക്കെ നിസ്കരിക്കുമ്പോ എന്തെങ്കിലൊക്കെ കുട്ടികളൊക്കെ ഒച്ചുണ്ടാക്കി എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ വരുമ്പോ ആളുകൾ അതിനെ തൊട്ടൊക്കെ മാറ്റി വരും. മക്കളെ ഒച്ചുണ്ടാക്കില്ലേ, അവിടെ വലിയപ്പോ നിസ്കരിക്കുന്നുണ്ട്, വാപ്പ നിസ്കരിക്കുന്നുണ്ട്. ഇപ്പൊ ആ നിസ്കരിക്കുന്ന ആളെ കയ്യിലുള്ള ഉപകരണങ്ങൾ തന്നെ ശബ്ദിക്കുമ്പോ പിന്നെ പുറത്തുള്ള ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ ഉപകരണം ശബ്ദിക്കാണ്, കയ്യിലുള്ള ഉപകരണം. എങ്ങനെ ശബ്ദിക്കുന്നു? വൈബ്രേഷൻ ആയിട്ടാണ് ശബ്ദിക്കുന്നത്. പക്ഷെ അപ്പോൾ അയാൾ അതിന് മറുപടി കൊടുക്കുകയാണ്. സുജൂദിൽ നിന്ന് നേരെ കൈകൊണ്ടൊരു ഇഷാറത്ത്. ആരും അള്ളാഹു തആല ആണെങ്കിൽ വലിയ പ്രവർത്തനമുണ്ട്, ചെറുത് കാണൂലല്ലോ. ഒരു കൈകൊണ്ടൊരു നീക്കൽ, കൈകൊണ്ട് ഇയാൾ സുജൂദിലെത്തിയിട്ട് ഇങ്ങനെ നീക്കിയപ്പോ അപ്പുറത്തു നിന്നുള്ള ആള് ഹലോ എന്ന് പറയുന്നത് തൊട്ടടുത്ത് സുജൂദ് ചെയ്യുന്ന ആള് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇയാളെന്താ ചെയ്യുന്നത്? ഇയാൾ ഉറക്കെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി മറ്റേ ആളോട് ഞാൻ നിസ്കാരത്തിലാണ് എന്ന് അറിയിക്കാണ്. ആ സുജൂദ് ശരിയാവും? അല്ല, ഫിഖ്ഹിന്റെ മസല അനുസരിച്ച് അയാളിപ്പോ ആ ദിക്ർ ചൊല്ലുന്നതും അവിടെ പോയതും നീക്കിയതൊക്കെ എന്തിനാ? മറ്റേക്ക് മറുപടി കൊടുക്കാനല്ലേ. ഇത് പഠിച്ചോളുള്ള സുജൂദാ? നിസ്കാരം ശരിയാവില്ല. അയാള് സുജൂദിലേക്ക് റുക്കൂന്ന് പോകുമ്പോഴുള്ള ഉദ്ദേശം തന്നെ എന്താ? ഏതായാലും ഒരു വരലോണ്ട് ഇങ്ങനെ മൂന്നനക്കൊന്നും അനങ്ങുന്നില്ലല്ലോ. അതാണ് അയാളെ കാഴ്ചപ്പാടില്. പറയാൻ പറഞ്ഞത് ഇൽമില്ലാതെ ഒരു വരലോണ്ട് ഇങ്ങനെ നീക്കി, അത് മാത്രം പോരാ, ഒരു വരലോണ്ട് ഇങ്ങനെ നീക്കി. അയാളിപ്പോ ഞാൻ നിസ്കാരത്തിലാന്ന് പറഞ്ഞില്ല, ഹലോ എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ എന്താ പറഞ്ഞു? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാൾ ചൊല്ലുന്നു. സുജൂദിൽ ചൊല്ലുന്നത് ദിക്റാണ്. അതങ്ങനെ ആവർത്തിച്ച് 3 വട്ടം ചൊല്ലും. ഇപ്പൊ ഈ റുക്കൂയിൽ നിന്ന് ഇത്തിദാലിൽ നിന്നുള്ള ഈ പോക്കും അവിടെ എത്തിയിട്ടുള്ള ആ ചൊല്ലലും ആ നീക്കലും ഒക്കെ അയാൾ സുജൂദ് ഉദ്ദേശിച്ചല്ല പോയത് എന്നാണ് വിലയിരുത്തുക. സുജൂദ് ഉദ്ദേശിക്കാതെ വേറെ ഉദ്ദേശത്തിന് വേണ്ടി കുനിഞ്ഞിട്ടത് സുജൂദാക്കിയാൽ നിസ്കാരം ശരിയാകൂല. എത്രത്തോളം? അവിടെ മസ്അല പറഞ്ഞു. ഓത്തിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദില്ലേ, തിലാവത്തിന്റെ സുജൂദ് അത് ചെയ്യാനാണ് ഒരാൾ പോണത്. ഇനിയിപ്പോ അത് ഇന്ന് പോയിട്ട് പിന്നെ ഒന്നും ഇങ്ങോട്ട് വരണേന്ന് എഴുതിയിട്ട് അതാണ് സുജൂദാക്കിയ ഒരാൾ. അതാണ് സുജൂദാക്കി മാറ്റി, അല്ലെങ്കിൽ അതാണ് റുക്കു ആക്കി മാറ്റി. റുക്കു കഴിഞ്ഞിട്ടാണ് സുജൂദ്. അയാളിപ്പോ ഇങ്ങനെ സജദന്റെ ആയത്തോതിട്ട് ഇങ്ങനെ പോവുകയാണ്, ഫർമുസ്കരിക്കാണ്. ഇപ്പൊ ഇന്ന് രാവിലെ സുബിയൊക്കെ പോലെ അങ്ങനെ അയാൾ അള്ളാഹ് എന്ന് പറഞ്ഞ സുജൂദ്, അയാൾ തിലാവത്തിന്റെ സുജൂദിന്റെ അവിടെ ആയത്ത് നിർത്തിയിട്ട് സുജൂദക്കാൾ പോണത്. അത് നേരെ റുക്കുവിന്റെ അവിടെ നിർത്തിയിട്ട് റുക്കു ആക്കി മാറ്റി. ആ റുക്കു ശരിയാവൂ? ശരിയാവൂല എന്നാണ്. കാരണം അയാളിപ്പോ നിർത്തിപ്പോന്ന ഉദ്ദേശം എന്തായിരുന്നു? ഓത്തിന്റെ സുജൂദായിരുന്നു. ഓത്തിന്റെ സുജൂദിന് വേണ്ടിയുള്ള കുനിയലാണ് ഇപ്പൊ എന്താക്കി മാറ്റിയത്? അത് സുന്നത്താണ്. ആ സുന്നത്തായ കുനിച്ചിലാൾ മാറ്റിയിട്ട് എന്താക്കി? ഫർളാക്കി. ആളെ ലക്ഷ്യം മാറിയത് കൊണ്ട് ആ റുക്കു ശരിയാവില്ല. ചെറിയൊരു ഉദ്ദേശം മാറിയാൽ മതി. അപ്പൊ എത്രമാത്രം വലിയ ഇൽമുവാണ് ഈ വിഷയത്തിൽ. നിസ്കാരം ഒന്ന് ശരിയായി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവല്ലേ. നോമ്പിനെ പറ്റിയും ഹജ്ജിനെ പറ്റിയും ഒന്നും പറയാത്തൊരു വാക്കാണ് നിസ്കാരത്തെ പറ്റി അള്ളാഹു പറഞ്ഞത്. വ ഇന്നഹാ ലകബീറത്തുൻ. നോമ്പിനെ പറ്റി അള്ളാഹു എന്താ പറഞ്ഞത്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ യുസ്ർ. നോമ്പ് നിങ്ങൾക്ക് അള്ളാഹു എളുപ്പം ഉദ്ദേശിച്ചതാണ്. ഒരു മാസമല്ലേ ഉള്ളൂ. പകല് മാത്രം, രാത്രി ഉണ്ടോ? രാത്രി ഇല്ല. എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. പകല് തുടങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കാം, ഇത് തുറക്കുമ്പോഴും ഭക്ഷണം കഴിക്കാം. എല്ലാം നിലക്കും എളുപ്പമാണല്ലോ. പ്രയാസം ഇനി അഥവാ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോൽക്കും വേണ്ട. നിസ്കാരത്തിന് എങ്ങനെ ഉണ്ടോ? നിസ്കാരത്തിന് നിങ്ങൾക്ക് കാലിന് മുറിയ കയ്യിന് മുറിയ നിസ്കരിക്കണ്ടെന്നുണ്ടോ? രോഗിയായിട്ട് നിങ്ങൾ ഇങ്ങനെ കിടക്കാണ്, നിസ്കരിക്കണ്ടെന്നുണ്ടോ? നിങ്ങൾ യാത്രയിലാണ്, നിസ്കരിക്കണ്ടെന്നുണ്ടോ? നിസ്കാരം വലിയ സംഗതിയാണ്, വലിയ സംഭവമാണ്, വലിയ വിഷയമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ. ഭക്തിപൂർവം നിസ്കരിക്കുന്ന ഭക്തന്മാർക്കൊഴികെ അവർക്ക് നിസ്കാരം
നല്ല എളുപ്പമാണ്, നല്ല ഇഷ്ടമാണ്, നല്ല കാര്യമാണ്. അവർക്ക് അത്ര വലിയ പ്രയാസവും കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ ഇൽമിന്റെ കുറവ് ഈ ലോകാവസാനത്തിന്റെ അടയാളമായി പറഞ്ഞ വിഷയത്തിൽ ആ അള്ളാഹുവിന്റെ ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം ഇറങ്ങുന്ന സന്ദർഭം എന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതാണ്, ഉലമാ മരിച്ചു പോവുക, ഇൽമു ഉയർന്നു പോവുക, വറഫിൽ ഖുർആൻ, ഖുർആൻ ഉയർന്നു പോകുക. ഇങ്ങനെ ഖുർആൻ ഉയരുക, ഖുർആൻ മനുഷ്യ മനസ്സിൽ നിന്ന് മായ്ക്കപ്പെട്ടു. അതെങ്ങനെ ചോദിച്ചു, സദസ്യർ ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറഞ്ഞു, ഈ ഖുർആനൊക്കെ നല്ലോണം ഓതിക്കോളൂ, ഖബല യുർഫ, മനസ്സിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഖുർആൻ നല്ലോണം ഓതിക്കോളൂ. അപ്പോ സദസ്യരെ ചോദ്യം, ഈ മുസ്ഹഫുകളൊക്കെ ഉയർത്തപ്പെട്ടു പോകുന്നാണോ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ആ വാക്ക് ഇവിടെയുള്ള ഖുർആന്റെ കോപ്പികളൊക്കെ പോയി നോക്കി. അപ്പൊ പിന്നെ മനുഷ്യ മനസ്സുകളിൽ ഖുർആൻ ഇല്ലേ ചോദ്യം ഉണ്ടല്ലോ. ഏത് മറന്നാലും ഒരു ഫാത്തിഹ ഉണ്ടാകുമല്ലോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, കേൾക്കണം നിങ്ങൾക്ക്, ഈ ഖുർആൻ അവരെ മനസ്സിൽ സൂക്ഷിച്ച ഖുർആൻ, ആ ഖുർആൻ മനസ്സിൽ നിന്ന് അവർ മറന്നുകളയും. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും മറന്നുപോകും. എന്നിട്ട് പഴയ കാലത്തെ ജനങ്ങൾ സ്വീകരിച്ചിരുന്ന സ്വഭാവങ്ങളിലേക്ക് അവർ പോകും. വയഖഊന ഫീ ഖൗലിൽ ജാഹിലിയ്യത്തി വശആരിഹിം, അവർ സംഗീതത്തിലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ മുഴുകിയിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ മറന്നങ്ങ് പോകും. അതിനെ നിങ്ങളിപ്പോ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ആളെ കാണിച്ചു തരാൻ പാടില്ല. ഉണ്ട്. ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, പേരൊക്കെ നല്ല പേരാണ്. നമ്മളെ സംസ്ഥാനമല്ല, പുറത്ത് സംസ്ഥാനം ഇവിടെ ജോലി ചെയ്യാം. നിസ്കാരം അറിയോ? അറിയില്ല. ഖുർആൻ ഓതാൻ അറിയോ? അറിയില്ല. ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയോ? അറിയില്ല. ഒരാൾ ഓതിയാൽ അത് കേട്ട് ഓതാൻ കഴിയുന്നു. പക്ഷെ അയാൾക്ക് ഒന്നറിയും, എന്ത്? ജോലി എടുക്കുമ്പോ ടൈം പാസിന് വേണ്ടി പാട്ട് നല്ലോണം പാടാൻ പാടുന്ന അയാൾ നല്ല നല്ല ഫർണിച്ചറും ആശാരൊക്കെ നല്ല ഉഷാറുള്ള പണിക്കാരനാണ്. ആ പണി എങ്ങനെ എടുക്കുമ്പോ അയാൾ അങ്ങനെ പാടുന്നുണ്ട്. ശരിക്കങ്ങനെ മൊബൈൽ പാടില്ല, അയാൾ അങ്ങനെ പാടുന്നുണ്ട്. ഈ പാട്ടും കാര്യങ്ങളൊക്കെ മനസ്സിൽ നിറച്ച ഈ വ്യക്തിയോട് ചോദിച്ചതാണ്, നിസ്കാരം അറിയോ? അറിയില്ല. നോമ്പ് ഇതൊരു നോറ്റ് പരിചയമില്ല. എന്നാ പിന്നെ ഖുർആന് ഒന്ന് കേട്ടൊരു ഫാത്തിയെങ്കിലും. ഒരാൾ ഫാത്തി ഓതുമ്പോ കേട്ട് ഓതാൻ പറ്റും. അത് നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ വാക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതേ രൂപത്തിൽ അങ്ങ് പുലരും, മറന്നുപോകും. വയൻസൗന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ പോലും മറന്നുപോകും. അതുകൊണ്ടല്ലേ ഹദീസിൽ പറഞ്ഞ് ഖിയാമത്ത് നാൾ ഇവിടെ സംഭവിക്കൂല, അല്ലാഹ് അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നവരെ എന്ന് ഹദീസിലുണ്ട്. അപ്പോ അല്ലാഹ് അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടാവില്ല? ഇല്ല. അതും മറക്കുന്ന ഒരു സമയം, ഒരു സന്ദർഭം വരും. എന്താണ് അവരത് മറപ്പിക്കുന്നത്? അവരത് മറപ്പിക്കുന്നത് ഭൗതികതയും ഭൗതികതയുടെ സുഖങ്ങളും അതിന്റെ ആ പിന്നെ ഉയർച്ചയും വളർച്ചയും ഒക്കെ കൂടിയിട്ട്. ശ്രദ്ധക്ക് മാറും, ആളുകൾ മൈൻഡൊക്കെ മാറും, ആളുകൾ അതിൽ മാത്രം. ഇപ്പോഴെന്നെ നോക്കുങ്ങള് ഒരു ഒരു മോഡേണിസം, ഒരു കുറച്ച് പുതുമുള്ള ആൾക്കാരെ കാണാം. അവരിങ്ങനെ എന്ത് നിസ്കാരം, അതൊക്കെ ഒരു പഴമല്ലേ? നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, ഇതൊക്കെ ഒരു പഴയ ശൈലിയല്ലേ? ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പുതിയ മാറ്ററിനോട് എങ്ങനെ കുറെ കാടി, കുറെയൊക്കെ പാടി, കുറെയൊക്കെ സുഖിച്ച്, കുറെയൊക്കെ ഉല്ലസിച്ച്. സത്യത്തിൽ പേരുണ്ട്. ഇയാൾ അങ്ങനെയാണ് ചോദിക്കുമ്പോ ആ മുസ്ലിമാണ്, ഇതാന്റെ പേര് ഇതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഈ വക കാര്യങ്ങളൊന്നും ഇസ്ലാമീയത്തായി വായിക്കാൻ പറ്റിയ ഒന്നും ഇല്ല. ഇവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ആഖിറു സമാനിൽ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഇസ്ലാമിൽ നിന്ന് ശേഷിക്കുന്നത് പേര് മാത്രം, ഖുർആനിൽ നിന്ന് ശേഷിക്കുന്നത് പേജ് മാത്രം. ഖുർആൻ അവരകത്തു പോലും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ കുറെ കാലം ഉണ്ട് എന്നാണോ തോന്നുന്നത്? അല്ല, കാലം അടുത്തായിട്ടുണ്ട് എന്നാ തോന്നുന്നത്. മനസ്സിലാക്കുന്ന അടുത്തായിട്ടുണ്ട് എന്നാണ്, അല്ലെ? അടുത്തായിട്ടുണ്ടെന്നാ മനസ്സിലാവും.
ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മതപഠനങ്ങളൊന്നും തീരെ അഭ്യസിക്കാതെ ഭൗതിക പഠനങ്ങൾ മാത്രം പഠിച്ചു വരുന്ന മുസ്ലിങ്ങളുണ്ട്, അല്ലേ? അല്ലേ? ഉണ്ട്. അതൊക്കെ ഇതിൽ ചേർത്തി വായിക്കണം നമ്മള്. ഞാനതാ പറഞ്ഞ, അവര് നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, പൊട്ടന്മാരൊന്നുമല്ല. കാരണം 3-4 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാനുള്ള നല്ല കഴിവുള്ളവരാണ്. അവർക്ക് ഈ പഠനങ്ങളും വിഷയങ്ങളൊക്കെ കൊടുത്താൽ എളുപ്പത്തിൽ പഠിക്കാനും പ്രാക്ടിക്കലാക്കാനും കഴിയും. പക്ഷേ രക്ഷിതാക്കളായ വിഭാഗം എന്തു പറഞ്ഞു? അതുകൊണ്ടൊന്നും ഇപ്പൊ ഇവിടെ കാര്യം കിട്ടൂല. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടണമെങ്കിൽ ഇതിന്റെ പിന്നാലെ പോകണം. അങ്ങനെ അത് മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ, ഒട്ടനേകം പണ്ഡിതന്മാരുണ്ട് യുവാക്കളായിട്ട്, ഒരുപാട് ആളുകൾ. ഉത്തരേന്ത്യയിലേക്ക് പോയതിനു ശേഷം എത്ര മാറ്റം അവിടെ വന്നു. അവരവിടെ പോയി. ഇവിടെയുള്ള ചെറുപ്പക്കാരായ ആൾക്കാർ, നമ്മളെ മലപ്പുറം കോഴിക്കോട് മാത്രമൊന്നുമല്ല, കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം അവിടെ. അവരവിടെ പോയി നോക്കുമ്പോ പ്രായം വളരെ കൂടുതലായിട്ട് മക്കളും പേരക്കുട്ടികളൊക്കെ ആയ ആളുകളുണ്ട്. പക്ഷെ അവരിൽ ചിലര് അറിവിന്റെ കുറവ് കൊണ്ട് മാർഗ കല്യാണം വരെ കഴിച്ചിട്ടില്ല. ഖുർആനോത്തോടെ അറിവിന്റെ കുറവ്. നമ്മളെ നാട്ടിലിപ്പോ അങ്ങനെ ഉണ്ടാകാന്ന് പറഞ്ഞാൽ അപൂർവല്ലേ. മാർക്കം ചെയ്യാത്ത മുസ്ലിങ്ങളല്ലാത്തവർ പോലും ഇപ്പൊ മാർക്കം ചെയ്യുന്നുണ്ട് എല്ലാവരും. കാരണം ആരോഗ്യത്തിന് വളരെ കൂടുതൽ പെർഫെക്റ്റ് ആയ ഒരു വിഷയമാണ് മാർക്കം ചെയ്യാന്നുള്ളത്. അത് ആരോഗ്യശാസ്ത്രമൊക്കെ പറഞ്ഞ എല്ലാ ഡോക്ടർമാരും പറയേണ്ട വിഷയം. പക്ഷെ അത്രത്തോളം ഇൽമില്ലാത്ത ആളുകളെ പിടിച്ചുയർത്തി വളർത്തിക്കൊണ്ടുവരാം. ഇപ്പോ നമ്മളെ ദർസിൽ നിന്ന് പോയ ഒരു കുട്ടിയുണ്ട് ബംഗാളിലേക്ക്, അവിടെ പഠിക്കണം. അപ്പൊ ആ കുട്ടിയുടെ അനുഭവം പറഞ്ഞു. അങ്ങനെ ആലോചിക്കാണ്, നമ്മളെ ഇതൊക്കെ ഇങ്ങനെ ഓതുമ്പോ, ഹദീസും ഇതൊക്കെ ഓതുമ്പോ ഇങ്ങനൊക്കെ ഒരു യുഗം ഉണ്ടാകുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കൂലേ? എളുപ്പത്തിലുണ്ടാവും. അങ്ങനെ ഇവര് റമദാൻ മാസത്തിൽ, കഴിഞ്ഞ റമദാനിൽ ഒരു ഏരിയയിൽ ഇങ്ങനെ പോയി, ദൈവത്തിന് പോയതാണ്. അപ്പോ ഒരു മുസ്ലിം വീട്ടുകാർ, ഇവര് ഇരിക്കി ചായ വല്ലതും കുടിക്കാൻ. പകല് സമയത്ത് നമ്മളെ നാട്ടിൽ വീട്ടിൽ നിന്ന് പറയും, മുസ്ലിം വീടല്ല, അല്ലാത്തൊരു വീട്ടിൽ നിന്ന് പറയും, നമ്മൾ ആരെങ്കിലും ഈ ഒരു തലപ്പാവ്, ഒരു തോർത്തുമുണ്ടോ കിട്ടി നമ്മൾ കയറി ചെന്നാല് ഉള്ള ചായത്തെ ചോദിക്കൂല. ചോദിക്കോ? ആർനോമ്പിന് തന്നെ മറ്റൊരു ചോദിക്കും, നോമ്പുണ്ടോ? അന്യമതസ്ഥരായ സഹോദരങ്ങൾ ചോദിക്കും നമ്മളോട്, നോമ്പുണ്ടോന്ന്. കാരണം അപ്പുറത്തുപുറത്തുള്ള ആളുകൾ നോമ്പ് നോറ്റ് കണ്ട് ശീലിച്ചുകൊണ്ട് ചോദിക്കാം. ഈ കുട്ടികളെ വിളിക്കാണ്, ഈ പ്രബോധകരെ വിളിക്കാണ് മറ്റൊരു, ഇവര് ഇരിക്കി കുറച്ച് ചായ കുടിച്ചിട്ട് സംസാരിക്കാം. അപ്പൊ എന്താ ഇവരോട് തുടങ്ങുക? റമദാന്റെ പകല് അവരെ കുറ്റം പറയില്ല ഞാൻ. അപ്പൊ അവരോട് ചോദിച്ചു, എന്ത് നോമ്പ്? ഇത്രയും കാലമായിട്ട് നോമ്പ് അവർക്ക് പരിചയമല്ല. ഇത് പുറത്തല്ല, ഞാൻ ഇന്ത്യന്റെ ഉള്ളിലുള്ള കഥയെ പറഞ്ഞു. ഇനി പുറം മേഖലകളിലേക്ക് നമ്മൾ പോയാൽ, റമദാൻ മാസത്തിൽ നോമ്പ് മുമ്പ് കാലങ്ങളിലൊക്കെ നോമ്പ് നോറ്റ് ശീലിച്ച നാടുകളിൽ ഇപ്പോൾ പുതുതലമുറ നോമ്പ് പിടിക്കാത്തവര് വർദ്ധിച്ചു വരുന്നു. പലരും എങ്ങനെ ഈ നോമ്പ് പിടിക്കാതെ വൈകുന്നേരം വരെ എങ്ങനെ തള്ളി നിൽക്കുക? അതൊക്കെ ഒരു പഴഞ്ചനാണ്. അങ്ങനെ കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗം ഇങ്ങനെ വളർന്നുയർന്നു വരുമ്പോ ഈ പറഞ്ഞ സംഗതികളൊക്കെ എളുപ്പത്തിൽ യാഥാർത്ഥ്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞ കൂട്ടത്തിൽ, ഈ കഅബല്ലേ, അക്സിറു മിൻ സിയാറത്തി ഹാദൽ ബൈത്ത്, ഈ കഅബ സന്ദർശിക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതൊക്കെ കഴിവിന്റെ പരമാവധി അധികരിപ്പിക്കണേ. മിൻ ഖബലി അൻ യുർഫഅ വയൻസൻ നാസു മകാനഹു, ഈ സ്ഥലം ജനങ്ങൾ മറക്കുന്ന ഒരു സമയം വരും. അതിന് മുമ്പ് ഈ കഅബയിലേക്ക് വരുന്നത് ആളുകൾ മറക്കുന്നതിന്റെ മുമ്പ് കഅബ ഇങ്ങനെ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്തോളി. ആ സംഗതി ആളുകൾ മറക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ അവർ ചോദിക്കാണ്, ഖുർആനൊക്കെ ആളുകൾ പഠിച്ചിട്ട് ഓതാത്തൊരു സന്ദർഭമൊക്കെ വരും. ഈ ഖുർആൻ മനസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ പറയും, നമ്മൾ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അല്ലെ, കുറെ അറബി വാചകങ്ങളും മറ്റൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ പിന്നെ അതൊക്കെ പോയി, ഇപ്പൊ നമുക്ക് നല്ല പദ്യങ്ങളും നല്ല
കുറെ ഡയലോഗുകളും കാര്യങ്ങളും തമാശകളോ കിട്ടിയപ്പോ നമ്മൾ ഇമാം കൂടി. ആ സമയമാകുമ്പോ മഹാനവറുകൾ പറയുന്നു, അതാണ് അല്ലാഹു തആല പറഞ്ഞത് വഇദാ വഖഅൽ ഖൗലു അലൈഹിം. ആ വാക്ക്, ആ വചനം അവരുടെ മേൽ യാഥാർത്ഥ്യമായാൽ. ഇപ്പൊ ഈ വിവക്ഷ കൊണ്ട് മനസ്സിലാകുന്നത്, ഈ തഫ്സീർ അനുസരിച്ച് മനസ്സിലാകുന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി, മഹാനവറുകളെ മറവ് ചെയ്യപ്പെട്ടു. പിന്നെ ജനങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ അവസ്ഥകളൊക്കെ വല്ലാതെ ജനങ്ങളിൽ നിന്ന് പോയി, ആളുകൾ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ നിന്ന് കയ്യൊഴിഞ്ഞു പോകുന്ന, വിട്ടുപോകുന്ന ഒരു സന്ദർഭം. നല്ല ക്ഷേമോ ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലങ്ങനെ മുന്നോട്ട് നീങ്ങി. പിന്നെ ഈ നന്മയും തിന്മ വിരോധിക്കുന്നൊക്കെ മറന്ന് ആളുകൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അപ്പോഴാണ് അഖ്റജ്നാ ലഹും ദാബത്തം മിനൽ അർദ്, നമ്മൾ അവർക്ക് പുറത്തെടുത്തു കൊടുക്കും, പുറപ്പെടിക്കും അവരിലേക്ക്. ദാബത്തം മിനൽ അർദി, ഭൂമിയിൽ നിന്ന് ഒരു ദാബത്തിനെ. ദാബത്തിന്റെ അർത്ഥം ഒരു ജീവി നമ്മൾ പുറപ്പെടിക്കും. ആ ജീവിന്റെ കോല രൂപങ്ങളൊക്കെ പറയട്ടോ, തഫ്സീലുണ്ട്. തുകല്ലിമുഹും, അത് സാധാ ജീവിയല്ല, ആ ജീവി അവരോട് സംവദിക്കും, സംസാരിക്കും. അപ്പൊ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ പറയുന്ന ഒരു ജീവിയെ, ഒരു ദാബത്തിനെ നമ്മൾ ഭൂമിയിൽ നിന്ന് അവരിലേക്ക് പുറപ്പെടുവിക്കും. എന്താണ് സംസാരിക്കുന്നത്? അധിക പണ്ഡിതന്മാരും പറഞ്ഞു, ഈ ആയത്തിന്റെ ബാക്കിൽ പറയുന്ന വിഷയം തന്നെയാ പറയുന്നത്. എന്ത്? അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യുഖിനൂൻ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും മനുഷ്യന്മാർ ഇതുവരെ അത് ഉറപ്പിച്ചിട്ടില്ലല്ലോ. അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യുഖിനൂൻ. അള്ളാഹുവിന്റെ അടയാളങ്ങൾ എത്ര വന്നു? ഞാൻ വരുന്നതിന് മുമ്പ് ആരെല്ലാം വന്നു, എന്നിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, ഉറപ്പിച്ചിട്ടില്ലല്ലോ, ഒരു ഉറച്ച വിശ്വാസം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. എന്നാണ് ഈ ദാബത്തുൽ അർള് വന്ന് പറയുന്നത് എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു. ഇരിക്കട്ടെ, ഈ ദാബത്തുൽ അർളിനെ പറ്റി പറഞ്ഞപ്പോ ഏതാണിത് ഈ ദാബത്തുൽ അർള്? അപ്പം അങ്ങോട്ട് അല്ലാഹു തആല പടച്ചു വിടുന്ന ഒന്നാണോ? അല്ല, ഒരു പുതിയ പടപ്പായിട്ട് അല്ല. നേരത്തെ ഉള്ളത് എവിടെങ്കിലും മറഞ്ഞു നിന്നിട്ട് അപ്പം അങ്ങോട്ട് രംഗപ്രവേശനം ചെയ്യാണോ? അതിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅവ്വലുൽ അഖ്വാൽ. കുറെ അഭിപ്രായങ്ങളിലൊക്കെ കൂടി വായിക്കുന്നില്ല. ആദ്യത്തെ ഖൗല് സ്വഹീഹായ ഖൗലും അന്നഹു ഫസീലു നാഖത്തി സ്വാലിഹ് അലൈഹിസ്സലാം. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തിന്റെ കുട്ടിയാണിത്. സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്താന്ന് അർത്ഥിയിലെ ഖുദാർ ഇബ്നു സാലിഫ് എന്ന് പറയുന്ന അഷ്ഖാ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഇതിംബഅത അഷ്ഖാഹ, ആ സമൂഹത്തിലെ ഏറ്റവും പരാജിതൻ, നീചൻ, അതിനെ പിടിച്ചറുത്തു. ഖുദാർ ഇബ്നു സാലിഫ് എന്നവന്റെ പേര്. പക്ഷെ അർത്ഥപ്പോ ഒരാളാണ് അർത്ഥതെങ്കിലും ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്തപ്പോ അള്ളാഹു പറഞ്ഞ എല്ലാരും കൂടി അർത്തു എന്നാണ്. ഒരാളെ അർത്ഥത്, പക്ഷെ ബാക്കിയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ അറബിനെ പറ്റി അങ്ങനെ പറയാം. ഒരു നാട്ടിലിപ്പോ ഒരു തിന്മ നടക്കുമ്പോ എല്ലാരും അതിന് സപ്പോർട്ടാണെങ്കിൽ ആ ചെയ്ത ആള് മാത്രല്ല, പിന്നെ നാട്ടുകാർ മൊത്തം ചെയ്തു എന്നാവും. അങ്ങനെയാണ് അങ്ങനെയുള്ള അവസ്ഥ. എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ഇതിൽ പെടുത്തി. ഖുർആൻ അങ്ങനെ അല്ലാഹു പറഞ്ഞു, ഫഅഖറൂഹ, അവർ അതിനെ അർത്ഥൂ. എല്ലാരും കൂടിയോ? അല്ല, ഒരാൾ അർത്ഥം. ഇയാൾ പോയി ആ അറുത്ത് അതിന്റെ അടുത്ത് നിൽക്കുന്ന പാൽ കുടിക്കുന്ന കുട്ടിയുണ്ട്, ആ ഒട്ടകത്തിന്റെ കുട്ടി. ഇതിനെ അർത്ഥപ്പ ആ കുട്ടി ഓടി. എവിടുന്നാ അറക്കുന്നത്? മദിയൻ. എവിടെ മദിയൻ എന്ന് പറഞ്ഞത്? എവിടെയാണ്? നമ്മളെ ഫലസ്തീനിൽ നിന്ന് പോയാൽ ഫലസ്തീനിന്റെയും ജോർദാനിന്റെയും ഇടയിലാണ് ഈ മദിയൻ എന്ന് പറയുന്ന പ്രദേശം. ആ മദിയനിൽ വെച്ച് ഈ ഒട്ടകത്തെ അറുത്തപ്പോ കുട്ടി ഓടി. ആ ഓടിയ ഓട്ടം പിന്നെ നേരെ ചെന്ന് നിന്നത് വിശുദ്ധ മക്കയിലാണ്. മക്കയിൽ എവിടെയെന്നറിയാം? അജിയാദ് എന്ന് പറഞ്ഞ സ്ഥലല്ലേ? ആ അജിയാദ്, മക്ക ഇപ്പോഴും പേര് അജിയാദ്. അജിയാദിലെത്തിയപ്പോ ഒരു പാറ ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. ഈ കുട്ടി അതിന്റെ ഉള്ളിലേക്ക് അങ്ങ്. ഉസ്താദ് അത്രയും കൃത്യാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞ വിഷയത്തിൽ സ്വഹാബത്തിന് ആ സ്ഥലം കാണിച്ചു കൊടുത്ത് തങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് തങ്ങൾ അവിടെ ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, എന്റെ ഈ വടിയുടെ ശബ്ദം അത് കേൾക്കുന്നുണ്ട്.
കൃത്യമായിട്ട് ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട്. അപ്പൊ ആ സ്ഥലം ഒന്നും മക്കയിലുണ്ട്, ബുൾഡോസറോട് നിരത്തിയിട്ടൊന്നുമില്ല, അവിടെ ഉണ്ട്. അത് അവിടുന്ന് പുറപ്പെടും. ഇതിന് എത്ര പുറപ്പാടുണ്ട്? 3 പുറപ്പാട് ഇതിനുണ്ട്. ലഹാ തലാത്തു ഖർജാത്ത്, 3 പുറപ്പാടുകളുണ്ട് ഈ ദാബത്തുൽ അർദിന്. ആദ്യം അത് പുറപ്പെടും. പുറപ്പെട്ടിട്ട് മക്കക്കാരൊക്കെ ഇങ്ങനെ ഒരു ജീവിനെ കണ്ടു എന്ന് എല്ലാവരും ഇങ്ങനെ പറയും. സുമ്മ തക്മനു സമാനൻ ത്വീലൻ, പിന്നെ കുറെ കാലം അത് ഒളിഞ്ഞിരിക്കും. പിന്നെ കുറെ കഴിഞ്ഞാൽ രണ്ടാമതൊന്നുകൂടി പുറപ്പെടും. അപ്പോഴും അതിന്റെ വാർത്ത ഇങ്ങനെ പരക്കും. നിങ്ങൾ കണ്ടോ? ആ ഞാൻ കണ്ടു. നിങ്ങളോ കണ്ടു? നിങ്ങളെ കുറച്ചാളിങ്ങനെ കണ്ട്. അപ്പൊ ആളുകളൊക്കെ കൂടി തിരയും, എല്ലാ ഭാഗത്തും തിരയും, പിന്നെ അത് ഒളിഞ്ഞിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ലാസ്റ്റ് ഘട്ടം, 3-മതായിട്ടുള്ള ഘട്ടം, ജനങ്ങളൊക്കെ അള്ളാഹു ഏറ്റവും ബഹുമാനം നൽകിയ പള്ളിയിൽ ആളുകൾ ഒരുമിച്ചുകൂടിയ ഒരു സന്ദർഭം, അഥവാ മസ്ജിദുൽ ഹറാമിൽ ആളുകളൊക്കെ ഒരുമിച്ചുകൂടി എല്ലാവരും ഇങ്ങനെ ആ പള്ളിയിൽ ആരാധനയിൽ നിരതരായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതങ്ങോട്ട് അവരിലേക്ക് പുറപ്പെടും. വഹിയ തർഊ ബൈന റുക്നി വൽ മഖാം. ഇത് ഈ ഒട്ടകത്തിന്റെ കുട്ടിയാണ് എന്ന് ഈ വാക്കുകൊണ്ടാണ് ഹദീസിൽ തെളിവാക്കുന്നത്. ഒട്ടകം ഒച്ച വെക്കുന്നതിനാണ് തർഗൂ എന്ന് അറബിയിൽ പറയും. റുക്നുൽ യമാനിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് വന്ന് ഇതിങ്ങനെ ശബ്ദിക്കും. പുറപ്പെട്ടു വന്നിട്ട് തലങ്ങനെ കൊടയും, മണ്ണൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി. ആളുകൾ ഇങ്ങനെ, കുറെ ആളുകൾ വ്യത്യസ്ത ഭാഗത്തേക്ക് പേടിച്ചു ഓടും. ഇതിന്റെ രൂപഭാവങ്ങൾ കാണും, പലരും ഓടും. ഓടുന്നോണ്ട് കാര്യം രക്ഷയൊന്നുമില്ല, പേടിച്ചോണ്ട് ഓടുകയാണ്. കുറച്ചാൾക്കാർ അവിടെ നിന്നങ്ങനെ നോക്കും. എന്ന് ഹദീസിലുണ്ട്. വിശ്വാസികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ അവിടെ ഉറച്ചു നിന്ന് ഇതിനെങ്ങനെ നോക്കും. അല്ലാഹു തആലാന്റെ ഖുദ്റത്തിനെ പറ്റി അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് നേർക്ക് നേരെ അവരെ മനസ്സിലിങ്ങനെ ബോധ്യം വന്നിട്ട് അവരിങ്ങനെ നോക്കുമ്പോ ഈ ദാബത്തുൽ അർദ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെ കൊണ്ടാണ്. ആ നോക്കി നിൽക്കുന്ന ആളുകളിലേക്ക് ഈ ദാബത്തുൽ അർദ് അവരെ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊന്ന് നോക്കും. ആ നോട്ടം കൊണ്ട് ആ മുഅ്മിനീങ്ങൾ മുഴുവനും പ്രകാശിക്കും, വല്ലാത്ത പ്രകാശം. അവരെ മുഖം നല്ല പ്രകാശിക്കുന്ന നക്ഷത്രം പോലെയായി മാറും മുഅ്മിനീങ്ങളെ മുഖം. പിന്നെ അത് ഭൂമിയുടെ പല ഭാഗത്തേക്കും ഇങ്ങനെ പരക്കും, വിവിധ ഭാഗങ്ങളിലേക്ക് പറക്കും. ഇവരെന്നാണ് ഈ പുറത്തു വരിക എന്ന് പറഞ്ഞിടത്ത് ചില മഹാന്മാരൊക്കെ പറഞ്ഞു രണ്ടാമത്തെ ഒരു പക്ഷം. നമ്മൾ ആദ്യം പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാമൊക്കെ വഫാത്തതിന് ശേഷം. രണ്ടാമത്തെ ഒരു അഭിപ്രായം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ള സമയത്ത് തന്നെ വന്നു, ലാസ്റ്റ് ഘട്ടത്തിൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈസാ നബി അലൈഹി സ്വലാമിന്റെ വഫാത്തിലേക്ക് കുറഞ്ഞ നാളുകളെ ലാസ്റ്റ് ഘട്ടത്തിൽ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ മസ്ജിദുൽ ഹറാമിൽ ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ തെളിവാക്കിക്കൊണ്ടാണ് മഹാന്മാരത് പറയുന്നത്. മസ്ജിദുൽ ഹറാമിൽ ഈസാ നബി അലൈഹിസ്സലാമും ആളുകളും അവിടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് പുറത്തേക്ക് വരും. അപ്പോ ആളുകളൊക്കെ അതിന് ശ്രദ്ധിക്കും. കുറെ ആളുകൾ അതിന്റെ പിന്നാലെ പല ഭാഗത്തേക്കും അതിനോടൊപ്പം അങ്ങനെ പോകും എന്ന് പറഞ്ഞിടത്ത് ത്വവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തെ പറ്റി ഹദീസിൽ പറയുന്നുണ്ട്. അവർ ത്വവാഫ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് വരുന്നത് എന്നും, അങ്ങനെ അത് വന്നിട്ട് ആളുകളിലേക്ക് പല ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമെന്നും സംസാരിക്കുമെന്നും ഈസാ നബി അലൈഹി ഇസ്ലാമും മുസ്ലിങ്ങളും മസ്അയുടെ ഭാഗത്തും ത്വവാഫിന്റെ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് പുറത്തേക്ക് വരും. ആ പറഞ്ഞ ഹദീസിൽ കാണാം അത് പുറത്തു വന്നിട്ട് സംസാരിക്കുന്നത് ഒരു സ്വഭാവമാണ് ഇതിന്റെ സമയം പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഹാഫിദ് ഇബ്നു കസീറും പറഞ്ഞു, ഇത് പുറത്തു വരുന്നത് തഖ്റുജു ദാബത്തു ലൈലത ജംഇൻ, ജംഇന്റെ രാത്രി. ജംഇന്റെ രാത്രി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ വേണ്ടി പോകുന്ന രാത്രിക്കാണ് ലൈലത്തു ജം എന്ന് പറയാം. എന്നാൽ ദുൽഹിജ്ജ 9 അറഫയിൽ നിന്നിട്ട് ആളുകൾ മുസ്ദലിഫയിലേക്ക് പോകും. അവിടെ രാപ്പാർത്ത് അവിടുന്ന് കല്ലും പെറുക്കിയിട്ടാണ് പിന്നെ മിനയിലേക്ക് വരുന്നത് കല്ലെറിയാൻ വേണ്ടിയിട്ട്. ആ രാത്രിയാണ് ഇത് പുറത്തേക്ക് വരുന്നത്.
എന്ന് ചില ഹദീസിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നു. ആ ദാബത്തിൽ വരുന്ന ദാബത്തിൽ എല്ലാ നിറവും അതിലുണ്ട് എന്നാണ്. മാ ബൈന ഖർനൈഹാ ഫർസഖുൽ ലിറാകിബ്, അതിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ ഒരു യാത്രക്കാരൻ ഒരു ഫർസഖ് നടക്കുന്ന അത്രയും ദൂരമുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല. ഇത് പുറത്തേക്ക്, ആ മലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം 3 ദിവസം കൊണ്ടാണ് അതിന്റെ ശരീരം മുഴുവനായി പുറത്തേക്ക് വരുന്നതെന്നാണ്. ഒറ്റയടിക്ക് വരില്ല എന്നാണ്. അങ്ങനെയാണ് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്. അതിന്റെ നീളം 60 ദിറാഅൻ, 60 മുഴമുണ്ട്. 60 മുഴമുണ്ട് ദാബത്തുൽ അർദിന്റെ നീളം. അത് പുറത്തേക്ക് വരണമെങ്കിൽ ലാ യതിമ്മു ഖുറൂജുഹാ ഇല്ലാ ബഅദ 3 അയ്യാം. ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കും. ഇപ്പൊ 3-1 വന്നു, തലഭാഗമൊക്കെ പുറത്തായി. ഇനി അതിന്റെ ബാക്കി ഭാഗം, ഓരോ ഭാഗം ഇങ്ങനെ നോക്കി ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കും. 3 ദിവസം കഴിയുമ്പോ മുഴുവനായി പുറത്തേക്ക് വരും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനെപ്പറ്റി ഒരു ജീവി എന്ന് പറഞ്ഞൂടാ, കാരണം മനുഷ്യന്റെ ഒരു ചില രൂപഭാവങ്ങൾ ഇതിനുണ്ട്. ഇതിന് താടിണ്ട്, ദാബത്തുള്ളതിന് താടിണ്ട്. എന്നാ പിന്നെ ജീവി എല്ലാന്നും പറഞ്ഞൂടാ, കാരണം വാലുണ്ട്. ഒരു പ്രത്യേക മോഡലാണ്. ചിലത് ഇതിനെ വർണ്ണിച്ച കൂട്ടത്തില് ബഹുമാനപ്പെട്ട സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പലരും ഇതിനെ വിശേഷിപ്പിച്ച് വർണ്ണിച്ച് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തപ്പോ അവര് പറഞ്ഞു, അതിന്റെ രൂപഭാവങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ്, എല്ലാം ഒരുപോലെയല്ല. ഇമാം മാവർദി തങ്ങളും ഇമാം സാലബിയൊക്കെ തഫ്സീൽ കൊണ്ടുവന്നത് റഅ്സുഹാ റഅ്സു സൗരിൻ, അതിന്റെ തല കാളയുടെ തല പോലെയാണ്. വഅൈനുഹാ ഐനു ഖിൻസീരിൻ, കണ്ണ് പന്നിയുടെ കണ്ണ് പോലെ. വഉദുനുഹാ ഉദുനു ഫീലിൻ, ചെവി ആനന്റെ ചെവി പോലെ. വഖർനുഹാ ഖർനു ഇബിലിൻ, കൊമ്പ് ഒട്ടകത്തിന്റെ കൊമ്പ് പോലെയാണ്. വഉനുഖുഹാ ഉനുഖു നുആമത്തിൻ, ഒട്ടകപക്ഷിയുടെ പെരടി പോലെയാണ് പെരടി. വസുദുറുഹാ സുദുറു അസദിൻ, അതിന്റെ നെഞ്ചിന്റെ ഭാഗം സിംഹത്തിന്റെ നെഞ്ച് പോലെയാണ്. ഓരോന്നോരോ മോഡലാണ്. അതിന്റെ കളറ് ചില ഭാഗങ്ങളിലൊക്കെ പുലിയുടെ രൂപത്തിൽ വരവരയായിട്ടുള്ള കളറുണ്ട്. അതിന്റെ ഊരയുടെ ഭാഗം ഖാസിറത്തു ഹിറിൻ, പൂച്ചയുടെ ഊരഭാഗം പോലെയാണ്. വദനബുഹാ ദനബു കബ്ഷിൻ, വാല് ആടിന്റെ വാല് പോലെയാണ്. വഖവാഇമുഹാ ഖവാഇമു ബഈരിൻ, അതിന്റെ കാല് ഒട്ടകത്തിന്റെ കാല് പോലെ. എന്നിട്ട് പറഞ്ഞു, ബൈന കുല്ലി മഫ്സലിൻ വ മഫ്സലിൻ, ഓരോ കെണുപ്പുകൾക്കിടയിൽ 12 ദിറാൻ, 12 മുഴണ്ട്. ഒരു കെണുപ്പ് കഴിഞ്ഞ് അടുത്ത കെണുപ്പില്ലേ, അതിന്റെ ഇടയിൽ 12 മുഴം. അതും ബിദിറായി ആദം അലൈഹിസ്സലാം, നമ്മളെ കൈയിന്റെ മുഴല്ല, ആദം നബിന്റെ കൈയിന്റെ മുഴ. അത് കുറച്ച് തേടണോ? ആദം നബിന്റെ കൈ നമ്മളെ കൈ പോലെ. ആദം നബിക്ക് 60 മുഴയല്ലേ നീളം. അപ്പൊ നമ്മളെ കൈയിന്റെ മുഴ ആകുമോ? അല്ലല്ല, നമ്മളെ കൈയിന്റെ മുഖാകുമ്പോ കാണാൻ ചേരും പോലെ ഉണ്ടാവില്ല, ചെറിയ കൈയാവും. അതിനനുസരിച്ചുള്ള കൈ, അതിനനുസരിച്ച് കാലം വേണ്ടേ. മുഴം ഓരോ വ്യത്യാസമുണ്ട്. നമ്മളെ മുഴും ആശാരിന്റെ മുഴുവൻ വ്യത്യാസമല്ലേ? വ്യത്യാസം. ആശാരിന്റെ മുഴക്കൂറി നമ്മളെ കോലൂർ പോലെ നമ്മളെ മുഴുവൻ അല്ല, വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെയല്ലേ നമ്മള് അളക്കുന്ന ഈ കൈയിന്റെ മുഴല്ല, ടെക്സ്റ്റൈൽസിൽ അളക്കുന്ന ഒരു കോലില്ലേ, തുണി അളക്കുന്ന, അത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്, ചില വ്യത്യാസങ്ങൾ. അതേപോലെയുള്ള വ്യത്യാസം ഇവിടെയുണ്ട്. 12 മുഴണ്ട് 2 കെണുപ്പുകൾക്കിടയിലുണ്ട്. അപ്പൊ ഇത് സത്യത്തിൽ ഇത് കണ്ടിട്ടും ആളുകൾ കണ്ടു നോക്കി നിന്ന് ഒരു അത്ഭുത ജീവി തന്നെയാണ്. ഇതൊരു സാധാ ജീവിയൊന്നുമല്ല. ഒരാളിങ്ങനെ വരച്ചു നോക്കിയാൽ തന്നെ അത്ഭുതം ഉണ്ടാവും, പിന്നെ കണ്ടു നോക്കിയാൽ അത്ഭുതം പറയണം. അല്ല, അതിന്റെ ഒരു മോഡൽ ഇങ്ങനെ ഒരു രേഖാചിത്രം വരയ്ക്കാന്നൊക്കെ പറയില്ലേ, എത്ര ഉണ്ടാവും ഈ രൂപത്തിൽ. ഇത് വല്ലാത്ത രൂപമാണല്ലോ. നീളം നമ്മൾ നേരത്തെ പറഞ്ഞു 60 മുഴാണ്. അപ്പൊ അതിങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ കൂടെ 2 ഉപകരണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടിയുണ്ട്. വഖാത്തം സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മോതിരമുണ്ട് ഇതിന്റെ കൂടെ. എന്താ ചെയ്യാന്നറിയാം? അതങ്ങനെ വരും. മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് ആ വടി കൊണ്ടൊരു കുത്തുകുത്തും. നുക്തൻ ബൈള, ഒരു വെളുത്ത കല വരും. ആണ് കുത്തുമ്പോ അവന്റെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നു. മോതിരം ഉപയോഗിച്ച് കാഫിറായ മനുഷ്യന്റെ മുഖത്ത് ഒരു വര വരക്കും.
ഫയസ്വദ്ദു വജൂഹു, അവന്റെ മുഖം കൊണ്ട് കറുത്തിരുണ്ടു പോകും. അപ്പൊ അന്നേ ആരാണ് മൂമിന് ആരാണ് കാഫിർ എന്നൊക്കെ വേർതിരിച്ചറിയും. ആളുകൾ അന്ന് വരെ മൂമിനായി നടന്ന പലരും ഇത് വന്ന് അടയാളം കുറിക്കുമ്പോ കാഫിറായിരിക്കും. അന്ന് വരെ ഓനൊന്നും ഇസ്ലാമിലല്ലാന്ന് ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാർ പലരും മെമ്പർമാരായിരിക്കും. കാരണം അത് ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലല്ല അതിന്റെ ഏറ്റവും അടിത്തറുള്ളത്. അത് പുറത്തേക്ക് തിരിയണമെങ്കിൽ അത് തിരിയുന്ന ഏതെങ്കിലും അള്ളാഹുവിന്റെ ഒരു അടയാളം, ഒന്നുകിൽ നബിമാരും മറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരിയും. അതേപോലത്തെ ഒരു അടയാളാണിത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണിത്. ഇതങ്ങനെ ചുറ്റി സഞ്ചരിക്കും, പല ഭാഗങ്ങളിലേക്ക് ചുറ്റി സഞ്ചരിക്കും. ഇതിനെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഓടിപ്പോയാലൊന്നും കാര്യം നടക്കൂല. ലാ യഫൂതുഹാ ലാ യൻജു മിൻഹാ ഹാരിബുൻ, ഓടിപ്പോകുന്ന ഒരാളും ഈ ദാബത്തുൽ അർളിൽ നിന്ന് രക്ഷപ്പെടൂല. ലാ യുദ്രിക്കുഹാ ത്വാലിബുൻ, അന്വേഷിച്ചു പോകുന്ന ഒരാൾക്ക് ചിലപ്പം കണ്ടെത്താൻ കഴിഞ്ഞില്ലാന്നും വരും. അപ്പൊ ഇത് ഒരു സാധാ സംഭവമല്ല. അങ്ങനെ ഹദീസിലുള്ളത്. ഒരാൾ കാണട്ടെ, ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് പോയി കാണുന്നു ചിന്തിക്കുമ്പോ അത് ചിലപ്പം കിട്ടിയില്ലാന്ന് വരും. പക്ഷെ പെട്ടെന്നായിരിക്കും ഇതൊന്നും കാണണ്ടെന്ന് കരുതി എവിടെങ്കിലുമൊക്കെ പതുക്കെ ഇങ്ങനെ കൂടുമ്പോ ആയിരിക്കും അവിടെ പതുക്കെ ഇങ്ങനെ വരും. എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകുന്നതാണ്. അങ്ങാടിയിലുണ്ടാകും, ആളുകൾ ഭക്ഷണം കഴിക്കുന്നിടത്തുണ്ടാകും, മാർക്കറ്റിലുണ്ടാകും, എല്ലാ സ്ഥലത്തും ഉണ്ടാകും, എല്ലാ ഭാഗത്തും വരും. തുകല്ലിമുഹും, ഇത് സംസാരിക്കുന്ന ജനങ്ങളോട്. സംസാരിക്കുന്നതിനെ പറ്റി ഒരഭിപ്രായം നമ്മൾ പറഞ്ഞു. ആ ആയത്തിന്റെ അവസാനം പറഞ്ഞ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. അല്ല, അത് സംസാരിക്കുന്ന ഭാഷയിൽ പറഞ്ഞപ്പോ അലാ ലഅനത്തുല്ലാഹി അലദ്ദാലിമീൻ, ചില പണ്ഡിതന്മാര് പറഞ്ഞു അതാ ഉയർത്തി പറയുന്നത്, അക്രമികൾക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ. അല്ല, ചില പണ്ഡിതന്മാര് പറഞ്ഞു ഇസ്ലാം അല്ലാത്ത മുഴുവൻ ദീനുകളും ബാത്തിലാണ്, മിഥ്യയാണ് എന്ന് വിളിച്ചു പറയും. എന്നിട്ട് മഗ്രിബിന്റെ ഭാഗത്തേക്ക് ഒരു പോക്ക് പോകും. ഫതസ്രിഖു സർഖതൻ, ഒരൊച്ച വെക്കും. കഴുതന്റെ ശബ്ദം പോലെ ഉയർന്ന ശബ്ദം, ഒരു വല്ലാത്ത സൗണ്ട് എടുക്കും. മശ്രിഖിന്റെ ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് പോകും, അതുപോലെ അവിടെയും ശബ്ദിക്കും. ഷാമിലേക്ക് പോകും, യമനിലേക്ക് പോകും, അവിടേക്ക് ഇതുപോലെ ശബ്ദിക്കും. അജിയാദിൽ നിന്ന് പുറപ്പെട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിങ്ങനെ പോകും. ഇത് പല ഭാഗത്തേക്കും പോയി ആളുകളുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു അടയാളം കുറിക്കുമെന്ന് പറഞ്ഞപ്പോ അതിന് ഉപോത്ബലകമായി ഒരു ഖിറാഅത്തും പറയുന്നുണ്ട്. തുകല്ലിമുഹും എന്നിടത്ത് തഖിലിമുഹും എന്നൊരോത്തുണ്ട്. തഖിലിമുഹും, ഈ വരുന്ന ദാബത്തുൽ അർള് അവർക്ക് ചെറിയ പരിക്ക് പറ്റിക്കും. പരിക്ക് എന്ന് പറഞ്ഞതാണ് വടികൊണ്ട് ഒരു കുത്ത്. അത് മുസ്ലിമായ മൂമിനായ മനുഷ്യന്റെ മുഖത്ത്. മോതിരം കൊണ്ട് ഒരു വര, ആ വര വരക്കുന്നത് കാഫിറിന്റെ മുഖത്ത്. അപ്പൊ അവിടെ ചെറിയൊരു പരിക്ക് എന്ന അർത്ഥപ്രകാരം, ആ ഓത്ത് പ്രകാരം അങ്ങനെയും അർത്ഥം വെച്ചവരുണ്ട്. ഇതിങ്ങനെ പല ഭാഗത്തേക്കും പോയി ആളുകളെ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുമ്പോ പല ആളുകളും ഇതിന്റെ പിടുത്തത്തിൽ പെടണ്ടാന്ന് കരുതിയിട്ട് മാറി നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ടാകുന്നതാണ്. ഹത്താ ഇന്നർ റജുല ലയതഅബ്ബദു മിൻഹാ ബിസ്സലാ, നിസ്കരിച്ചിട്ട് കാവൽ ചോദിക്കുന്നു. നിസ്കരിച്ചിട്ട് കാവൽ ചോദിക്കാൻ വേണ്ടി പോയ ആളുകളെ പിന്നിൽ വന്നിട്ട് ദാബത്തുൽ അർള് വിളിച്ചു വെക്കും, അൽ ആന തുസല്ലി, ഇപ്പോഴാ നിസ്കരിക്കുന്ന, സമയത്ര ഉണ്ടായിരുന്നു ദുനിയാവില്, ഞാൻ വന്നപ്പോഴാ നിസ്കരിക്കാൻ തോന്നിയത്, ഇതിനു മുമ്പ് ദുനിയാവിൽ ജീവിച്ചില്ലെന്നു, നിസ്കരിച്ചുകൂടെ? ഇപ്പൊ എന്നെ കണ്ടപ്പോ പടച്ചോനെ ലോകാവസാനമായി എന്ന് ഉറപ്പായി, ഇപ്പൊ നിസ്കരിക്കണല്ലേ. അൽ ആന തുസല്ലി, ഇപ്പോഴാ നിസ്കരിക്കുന്നത് എന്ന് പിറകിൽ വന്ന് ചോദിക്കും. അതോടുകൂടി ആളെ കഥേശം കഴിയും. അങ്ങനെ ഈ രൂപഭാവവും അങ്ങനെ ഉണ്ടായാല് പിന്നെ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ മുഖത്ത് അടയാളം വെച്ച് സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ ജനങ്ങളെ കൂട്ടത്തിൽ കൂടിച്ചേരും ദാബത്തുൽ അർള്. എന്നിട്ട് അങ്ങാടികളിൽ, നഗരങ്ങളിൽ ഇതിങ്ങനെ സാവസിക്കും. മുഅ്മിൻ ആര്, കാഫിർ ആര് എന്ന് വേർതിരിച്ചറിഞ്ഞ് സംബോധന ചെയ്യും. യാ കാഫിറു ഇഖ്ലിനി ഹഖി. ആളുകളുടെ ഇടയിലെ കച്ചവടത്തിനും കാര്യത്തിനൊക്കെ നിന്നിട്ട് മുന്നിൽ വരുന്ന ആളെ വിളിക്കാണ്. ആൾക്കാരൊക്കെ ആളെ വിളിച്ചത് മുസ്ലിമിന്റെ പേരാണ്. ദാബത്തുൽ വിളിക്കുന്നു, കാഫിറെ എന്റെ അവകാശം കൊണ്ടാണ്. മറ്റൊരാളെ വിളിക്കുന്നു, മുഅ്മിനായ മനുഷ്യനെ വിളിക്കുന്നു, എന്റെ അവകാശം കൊണ്ടാ എന്ന് പറയും. വഹത്താ ഇന്നൽ കാഫിറ ലയഖൂൽ
യാ മുഅ്മിനു ഖ്ലിനി ഹഖി, കാഫിറായ മനുഷ്യൻ ആരെന്നും മുഅ്മിനായ മനുഷ്യൻ ആരെന്നും തിരിച്ചറിഞ്ഞ് നല്ലോണം തിരിച്ചറിവോടുകൂടെ ആളുകളെ വിളിച്ച് കാര്യങ്ങൾ ചെയ്യും. ഈ പല ഭാഗത്തേക്കും നീങ്ങുമെന്ന വിഷയം പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഷാമിലേക്ക് പോകും, യമനിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞല്ലോ, പിന്നെ ലാസ്റ്റ് എന്താ ഉണ്ടാകുന്നത്? മഹാനവർകൾ പറഞ്ഞു, പല ഭാഗത്തേക്കും കറങ്ങിയിട്ട് സുമ്മ തറൂഹ മിൻ മക്ക, മക്കയിൽ നിന്ന് ഇത് പോകും, പോയിട്ട് ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കും. പിന്നെന്താ സംഭവിക്കുന്നത്? മഹാനവർകൾ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിഞ്ഞൂടാ. പിന്നെ അതിന്റെ അവസാനം എങ്ങനെയെന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്, അത് അറിഞ്ഞൂടാ. പല ഭാഗത്തേക്കും തിരിയുന്ന ഈ ദാബത്തുൽ അർള് അവരുടെ ഇടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ എത്ര വിലക്കാണ് എന്ന് ആളുകൾ ചോദിക്കുന്നിടത്ത് പേര് ചേർത്തി വിളിക്കും. ആളുകൾക്ക് ഭയങ്കര പേടിയാകും, പേര് ചേർത്തി വിളിക്കും. ബിക്കം ദാ യാ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യ എത്ര വില. ബിക്കം ദാ യാ കാഫിർ, കാഫിറായ മനുഷ്യ എത്ര വില. ഒരു വീട്ടുകാരൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെങ്കിൽ അവിടെയും വന്ന് ഓരോരുത്തർ അഭിസംബോധന ചെയ്യും. എന്നിട്ട് പറയും, യാ ഫുലാൻ അബ്ശിർ അൻത മിൻ അഹ്ലിൽ ജന്നാ, സന്തോഷിച്ചത് സ്വർഗത്തിൽപ്പെട്ട ആളാണ്. നേരെ തിരിച്ചും പറയുന്നുണ്ട്, യാ ഫുലാൻ അൻത മിൻ അഹ്ലിന്നാർ, നീ പേടിക്കണം, നീ നരകത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ ഇത് വിളിച്ചു പറയും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇത് ഒരു സാധാരണ ഒരു ജീവിയല്ല, ഇതൊരു ദൃഷ്ടാന്തം തന്നെയാണ്. ആ ദൃഷ്ടാന്തം ജനങ്ങളെ മുന്നിലേക്ക് ഇറക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് അവന്റെ വലിയൊരു അടയാളത്തെ കുറിച്ചാണ്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാനിരിക്കുന്ന വലിയൊരു അടയാളത്തെ കുറിച്ചാണ് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഈ ദാബത്തുൽ അർള് പറയുന്നതും ഇസ്ലാമിനെ ഉൾക്കൊള്ളാത്തതിനെ കുറിച്ച് പറയുന്ന വിഷയത്തെ പറ്റി പറഞ്ഞ ആ വിശദീകരണത്തിൽ അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യുഖിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്ത് തഫ്സീർ എഴുതിയപ്പോ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് വിശദീകരിച്ചതിൽ പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്ന് ദാബത്തുൽ അർളിന്റെ പുറപ്പാടനെ. അതിനു മുമ്പേ ദാബത്തുൽ അർള് വരും എന്നൊക്കെ ആളുകളോട് ഉത്ബോധനം നടത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആളുകൾ അതൊന്നും മൈൻഡാക്കിയിട്ടില്ല, ഓലൊന്നും ഉറച്ചു വിശ്വസിച്ചിട്ടില്ല. നേരത്തെ ആ സംഗതി അത്രയും ഉറച്ചു വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് സജീവമാകായിരുന്നു. ഏതായാലും ഖിയാമത്ത് നാൾ അടുക്കാണ്, പോകാനായി 3 പേരായിരുന്നു. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് 6 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് കർമ്മമേഖല സജീവാക്കണം എന്ന് പറഞ്ഞതിൽ തങ്ങൾ എണ്ണി പറഞ്ഞ ഒന്നാണ് ദാബത്തുൽ അർള്, ദജ്ജാല്, ദാബത്തുൽ അർള്, ദുഖാൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാഹ് നാളെ പറയും. ഇതൊക്കെ വരുന്നതിന്റെ മുമ്പ് അമലുകൾ വേഗം എടുത്തോളൂ. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്താ അമലെടുത്താല് ആ അമലിന് അത്ര വലിയ സ്വീകാര്യത ഉണ്ടാവില്ല. ഞാനപ്പോ ഇഖ്ലാസ് പറയുന്നത്, ഒരു നാട്ടിൽ ഒരു സംഭവം നടന്നിട്ട് ചെയ്യുന്ന അമലും നടക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന അമലും രണ്ടും മാറ്റല്ലേ ഉണ്ട്. പല ഭാഗത്തും ഇങ്ങനെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ കൂടി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൂടി, അവിടെ അങ്ങനെ ഭൂമി താന്ന്, ഇവിടെ അങ്ങനെ മറ്റേത് പൊന്തി, ഇതൊക്കെ കേട്ടിട്ട് ഒരാള് പഠിച്ചോനെ നിസ്കരിക്കാൻ നാളെ സുബിയാമ്പത്തിന് ബാക്കിയില്ലെങ്കിൽ അല്ലാഹു അക്ബർ, ആ നിസ്കാരവും ഇതൊക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ശരിക്കും ഉറപ്പിച്ചുള്ള നിസ്കാരം രണ്ടും മാറ്റല്ലേ, രണ്ടും മാറ്റണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതാണ് ആ ദാബത്തുൽ അർള് പറയുന്നത്, അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യുഖിനൂൻ, നമ്മളൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കളിയായിരുന്നു, ഒരു തമാശയായിരുന്നു, അവരത് ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു തഫ്സീർ പറഞ്ഞത് അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യുഖിനൂൻ, ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ഉറപ്പിച്ച് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യഅനി ബിൽ ഖുർആൻ, അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആന് ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ സംവദിക്കുന്ന കിതാബാണ് ഖുർആൻ, അല്ലെ? കുറെ കഴിഞ്ഞ കാലത്ത് വർത്തമാനങ്ങൾ ഖുർആനില്ലേ? ഉണ്ട്. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനില്ലേ? ഇനി ഭാവിയും പറയുന്നില്ലേ? ഭാവിയും ഭൂതവും വർത്തമാനവും ജനങ്ങളെ മുന്നിൽ ഓരോ ദിവസവും ഓതിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുർആൻ, അതവരൊന്നും ഉറച്ചു വിശ്വസിച്ചില്ല. ഈ ഖുർആന് ഹക്കാണെന്നും ഇതാണ് ഞാൻ അംഗീകരിക്കേണ്ടതെന്നും വിശ്വസിച്ചില്ല. ഖുർആൻ നിഷേധികള് കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷം കൂടുതലാ കുറവാ?
കൂടുതലാണ്. കഴിഞ്ഞ ഈ ലോക്ക്ഡൌണില് നിങ്ങളൊക്കെ അറിഞ്ഞോന്നറിയില്ല, യുക്തിവാദികളെ പിന്നാലെ കൂടി എത്ര എന്താ പോലെ പേര് പേര് പറഞ്ഞ റളിയല്ലാഹുവിനല്ലോ. ആ യുക്തിവാദികളോട് നേർക്ക് നേരെ ചോദ്യം ചോദിക്കുന്നത് നേർക്കേ ഉത്തരം പറയാനുള്ള കഴിവുണ്ടെങ്കിൽ ഇൽമു വേണ്ടേ? എന്നിട്ട് ആ യുക്തിവാദികളുടെയാണ് ശരിയെന്നും പറഞ്ഞ് ഖുർആനെ ഓല് വിമർശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നത്, ഇമാമിങ്ങളെ വിമർശിക്കുന്നത്, മുസ്ലിംകളെ ആചാരങ്ങളെ വിമർശിക്കുന്നത്, അതൊക്കെ ഏറ്റുപാടുന്ന ആളുകൾ എന്താണ് അവർക്ക് കുറവ്? യഖീൻ കുറവാണ്, ഈമാൻ ഇല്ല, ഉറപ്പില്ല, ഒന്നുമില്ല, പേരിൽ മാത്രം. അപ്പൊ പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആ പേര് മാറ്റിക്കൂടെ? അതിന്റെ ആവശ്യമല്ല, അത് ബാപ്പയും ഇട്ട് എന്നുള്ളവർക്ക് അങ്ങനെ സ്വീകരിക്കാണ്. ഒരു പേരങ്ങനെ ഈ മാറ്റണമെങ്കിൽ കുറെ രേഖയെന്ന് മാറ്റണമല്ലോ എന്ന് കരുതിയിട്ടവിടെ വെച്ചതാണ്. അല്ലാതെ ഒരു മുസ്ലിം ആയതുകൊണ്ട് സ്വീകരിച്ച് അങ്ങനെ ഉറപ്പിച്ചു വെച്ചു എന്നല്ല. ഞങ്ങളെ രേഖകളൊക്കെ ഒരുപാട് മാറ്റമുണ്ട്, പേര് മാറ്റണം ചെറിയ പണിയാ, അങ്ങനെ വെച്ചതാണ്. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ആ നാമം സ്വീകരിച്ച് അങ്ങനെ വെച്ചു എന്നല്ല അവർ പറയുന്നത്. കാരണം അവർക്ക് ഇസ്ലാം സ്വീകാര്യമല്ല, അവർക്ക് അവരെ ബുദ്ധി. ഏത് ബുദ്ധി? ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ കാര്യം ഇന്ന് ചോദിച്ചാൽ കിട്ടാത്ത ബുദ്ധി. ആളുകളുടെ ഓർമ്മ എന്ന് പറഞ്ഞാലേ, കഴിഞ്ഞ കൊല്ലം നമ്മുടെ നാട്ടിൽ ഇവിടെ നടന്നൊരു സംഭവം, കേരളത്തിൽ നടന്നൊരു സംഭവം ഇങ്ങനെ ചോദിക്കുമ്പോ ആളുകള് എന്താ ആള് മുഖത്തൊക്കെ എങ്ങനെ കണ്ടേക്കണോ? പിന്നെ ആൾക്കാർ കുറെ തെരഞ്ഞു നോക്കി, എവിടെയെങ്കിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നോ, അവിടെയും കാണാൻ സംഭവം ഉണ്ടായിക്കോ. അടുത്ത ആള് വെച്ചു, എനിക്ക് ഓർമ്മല്ല ഉണ്ടാകാതപ്പോ അങ്ങനെ പറയില്ലല്ലോ, ഏതെങ്കിലും പത്രത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പത്ര ഓഫീസിലേക്ക് വിളിച്ചു നോക്കുമ്പോ അവരൊന്നു ഞങ്ങൾ എന്നും കുറെ സംഭവങ്ങൾ കേൾക്കുന്നോണ്ട് തീരെ ഓർമ്മല്ല. എന്നും ആവർത്തിച്ച് ഇതുപോലെ കുറെ സംഭവങ്ങൾ വരുന്നോണ്ട് എങ്ങനത്തെ സംഭവം ഞങ്ങൾക്ക് ഓർമ്മല്ല, വന്നിട്ടുണ്ടാകാം. അങ്ങനെ പറയുന്ന ബുദ്ധിയാണ് ഇപ്പോൾ ആൾക്കാരുടെ ബുദ്ധി. ഇന്നലെ കഴിഞ്ഞതൊന്നും ഓർമ്മല്ലാത്ത ഇവരാണ് യുക്തി കൊണ്ട് വിലയിരുത്തിയിട്ട് സ്വഹാബത്തിന്റെ കാലത്തെയും ശേഷമുള്ള കാലത്തെ ആളുകളുടെ ബുദ്ധി അളന്നിട്ട് ഇപ്പൊ വിവരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇന്നലെ കഴിഞ്ഞ ഓർമ്മയില്ലാത്ത ആൾക്കാർ ഇന്നത്തെ ബുദ്ധി എങ്ങനെയുണ്ട്? സ്വഹാബത്തിന്റെ ബുദ്ധി അങ്ങനല്ല. 70 വയസ്സിലും 80 വയസ്സിലും താബീങ്ങളൊക്കെ ഒരു ഹദീസ് 10ാം വയസ്സിൽ പഠിച്ചതിനെ പറ്റി ചോദിക്കുമ്പോ ഒരു തെറ്റില്ലാതെ പറഞ്ഞു കൊടുക്കണം, ഒരു തെറ്റുമില്ലാതെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി 100-ലധികം വരുന്ന പണ്ഡിതന്മാർ വന്നു. എന്താ ചോദ്യം എന്നറിയോ? ഹദീസ് തിരിച്ചും മറിച്ചും വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ. ബുഖാരി ഇമാം എല്ലാരും ഇരിക്കുന്നു, ഓരോരുത്തരും തുടങ്ങണം ഓരോ ഭാഗത്തും. തിരിച്ചു മറിച്ചാ പറയണത്. ഇപ്പൊ ഒരു ശരിയായ സനത് ഉണ്ടാകും, ആ സനത് ആദ്യത്തത് അവസാനം, അവസാനത്തെ ആദ്യം, നടുവിലത്ത് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ആക്കിയിട്ട് തിരിച്ചു മറിച്ചു. മത്തിനും സനതും ഒക്കെ മാറ്റി, ഹദീസിന്റെ ശരിയായ ഭാഗവും പിന്നെ മൂലഭാഗവും സനതും വഴിയൊക്കെ മാറ്റി മറിച്ചും കൊണ്ട് പറഞ്ഞോളി. അങ്ങനെ 100 ആളുകൾ ഇങ്ങനെ പറഞ്ഞു തീർന്നു. ബുഖാരി ഇമാം തുടങ്ങാണ്. ഒന്നാമത്തെ ആള് ആദ്യം പറഞ്ഞ ആദ്യത്തെ ഹദീസ് അങ്ങനല്ല, എങ്ങനെയാണ് അയാൾ കിതാബൊന്നുമല്ല, ഒരേ ഇരുത്തത്തിൽ ആ 100 ആളുകൾക്കും വേണ്ട ഹദീസ് മുഴുവനും ചൊല്ലിക്കൊടുത്തു. അതിനെത്രമാത്രം ഇൽമു വേണം, എത്രമാത്രമുള്ള ബുദ്ധി വേണം, ഓർമ്മശക്തി വേണം. സഹോദരങ്ങളെ, അന്നത്തെ ആലിമീങ്ങൾ ഹിഫ്ളാക്കിയ ഒരു ഹിഫ്ലിന് മെമ്മറി പവറുള്ള ആൾപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം ഹദീസ് ഇമാമിങ്ങൾ ഹിഫ്ലാക്കി പഠിച്ചു. 10 പോയിട്ട് ഒരു 10,000 ഹിഫ്ലാക്കാനുള്ള മെമ്മറി എവിടെ? വേർഡുകള്, ഭാഷയുടെ വാക്കുകൾ ഹിഫ്ലാക്കാൻ കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്ന ഉപകരണത്തിൽ ചിപ്പിൽ തന്നെ 1 ലക്ഷം കൊള്ളും. 1 ലക്ഷം കൊള്ളുന്ന ഒരുപാട് കേടുകൾ മെമ്മറി നിറഞ്ഞു എന്നിട്ട് എത്ര നമ്മൾ ഒഴിവാക്കുന്നത്? വലിയ വലിയ തല വർക്ക് ചെയ്ത ഉപകരണങ്ങളിൽ തന്നെ. അപ്പൊ അവരുടെ ആ അഖിലും അവരുടെ ബുദ്ധിയും അവരുടെ ഇൽമും ഇപ്പോഴുള്ള ആളുകൾ തുലനം ചെയ്യുന്നതിൽ ഒരു നിലക്കും ഒരു ബുദ്ധിക്കോ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 1400 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇവരെ ബുദ്ധിയും അവരുടെ ബുദ്ധിയും എങ്ങനെ സമമാകും? എങ്ങനെ ഒക്കും? കാലാവസ്ഥ മാത്രം നോക്കിയിട്ടല്ല, എങ്ങനെ ഒക്കും? എന്നാ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ചു എന്ന് പറഞ്ഞൂടെ, എന്നിട്ട് തന്നെ ബുദ്ധി എത്രമാത്രം ക്ഷയിച്ചു. അപ്പൊ അതിന്റെ പിന്നാലെ കുറെ ആളുകൾ ഖുർആനെ എതിർക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കാൻ. ആ തഫ്സീറാണ് ഇവിടെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് വായിച്ചത്. ദൃഷ്ടാന്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ബിൽ ഖുർആനി വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കാഫിറായ മനുഷ്യൻ
ഈമാൻ സ്വീകരിക്കാതെ അവന്റെ യുക്തിക്കനുസരിച്ച് അവനങ്ങനെ നടക്കും. അപ്പൊ പിന്നെ ഈ ദാബത്തുല്ലർല് വന്ന് ഇങ്ങനെ മൂമിനാണ് മറ്റയാൾ കാഫിറാണെന്ന് പറയുമ്പോ ഇനി ഇത് പുറപ്പെടുന്നതിന്റെ മുമ്പ് ആരൊക്കെ മൂമിനീങ്ങളായിട്ടുണ്ടോ, ആരൊക്കെ കാഫിറായി മാറിയിട്ടുണ്ടോ ഓല അങ്ങനെ തന്നെ. ഇനി ചേഞ്ചില്ല, ഇനി മാറ്റല്ല. കാരണം പിന്നെ വരുന്ന അടയാളങ്ങളിലൊന്നും മാറാൻ കഴിയാതെ അവരങ്ങനെ നിൽക്കുകയാണ്. നീ കാഫിറാണെന്ന് വിളിച്ചു, കാഫിർ എന്ന് വിളിച്ചതാരാ? ഒരു മനുഷ്യൻ വിളിച്ചതല്ല, ദാബത്തുല്ലർല് വിളിച്ചതാണ്. അപ്പൊ നേരത്തെ ദാബത്തുല്ലർല് പുറപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ അയാൾ കാഫിറാണ്. മൂമിനി എന്ന് വിളിച്ച ആള് ദാബത്തുല്ലർല് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മൂമിനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഇവിടെയും ആവർത്തിച്ചു പറയാണ്, സലാസുൻ ഇദാ ഖറജന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. മൂന്നെണ്ണം പുറത്തു വന്നാൽ നേരത്തെ വിശ്വസിക്കാത്തവർക്ക് ഇനിയൊരു വിശ്വാസം പ്രയോജനപ്പെടൂല. ഉള്ള വിശ്വാസത്തിൽ നിന്ന് നന്മ സമ്പാദിക്കാത്തവർക്ക് ഇനിയൊരു സമ്പാദ്യം ഉപകാരപ്പെടൂല. രണ്ടു കൂട്ടരുമായി. നേരത്തെ വിശ്വസിക്കാത്തവർ എന്ന് പറഞ്ഞാൽ തീരെ ഈമാനില്ലാത്തവർ, ഉള്ള വിശ്വാസത്തിൽ നിന്ന് സമ്പാദിക്കാത്തവർ എന്ന് പറഞ്ഞാൽ മൂമിനാണ്, പക്ഷെ നന്മകളൊന്നും സമ്പാദിച്ചിട്ടില്ല, ആ ഈമാൻ അങ്ങനെ നിൽക്കുകയാണ്. ഇനിയൊരു പുതു നന്മക്ക് ചാൻസ് ഇല്ല. മൂന്നെണ്ണം എണ്ണിപ്പറഞ്ഞപ്പോ തങ്ങൾ എണ്ണിപ്പറഞ്ഞു, അതിലൊന്ന് ദജ്ജാൽ, മറ്റൊന്ന് ദാബത്തുല്ലർ, മൂന്നാമത്തൊന്ന് ഇന്നല്ല നാളെ വിശദീകരിക്കും, തുലൂഉ ശംസ്, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക. 3 ദൃഷ്ടാന്തങ്ങൾ തങ്ങൾ എണ്ണിപ്പറഞ്ഞത്. അതാണ് ദാബത്തുല്ലർന്ന് വന്ന് പേടിച്ചിട്ട് പോയി നിസ്കരിക്കുന്ന ആളോട് ഇപ്പോഴാണോ നിസ്കരിക്കാൻ സമയമെന്ന് ചോദിച്ചത്. ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയും നിസ്കാരമൊക്കെ അറിയില്ലായിരുന്നു, ഇപ്പോഴാണോ ഒരുങ്ങുന്നത്? അത് ഓരോരുത്തരോടും ചോദിക്കുന്ന മുന്നറിയിപ്പുകളാണ്. ആ ദാബത്തുല്ലർദിനെ വലിയ ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു തആല ജനങ്ങളിലേക്ക് വിടുന്നു. ആ ദാബത്തുല്ലർദ് എന്ന ദൃഷ്ടാന്തം ജനങ്ങളിടയിലേക്ക് വന്ന് അതിന്റെ ആളുകളെ കണ്ട് ആളുകൾക്ക് വേണ്ട അടയാളങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ മുഅ്മിനായ മനുഷ്യൻ ആരെന്നും മുഅ്മിനല്ലാത്തവരാരെന്നും തിരിച്ചറിയുന്ന ഒരു സ്വഭാവം രൂപപ്പെട്ടു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാബത്തുല്ലർദിനെ പറ്റി വിശദീകരിച്ചെടുത്ത് പറഞ്ഞപ്പോ ആ ജിയാദിനെ കുറിച്ച് തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ബിഇസ ശുഅബു അജിയാദ്, ചെരുവുകളിൽ മലഞ്ചെരുവുകളിൽ അജിയാദ് അത്ര നല്ല ചെരുവല്ല, മോശപ്പെട്ട ചെരുവാണ്. അപ്പൊ ചോദിച്ചു, എന്താ നബി അങ്ങനെ പറയാൻ കാരണം? തഖ്റുജു മിൻഹു ദാബ, ദാബത്തുല്ലർദ് പുറപ്പെടുന്നതിൽ നിന്നാണ് 3 ശബ്ദം അത് ശബ്ദിക്കും. യസ്മഉഹാ മിൻ ബൈനിൽ ഖാഫിഖൈൻ ഫതതകല്ലമു ബിൽ അറബിയ്യതി ബിലിസാനിൻ ദലിഖിൻ, ശുദ്ധമായ അറബി ഭാഷയിൽ സ്ഫുടമായ ഉച്ചാരണത്തിൽ അത് സംസാരിക്കും എന്ന് ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇമാം അബൂ സൂദ് റഹ്മത്തുള്ളാഹി കൊണ്ടുവന്ന ഹദീസാണ്. എന്നാൽ ചില ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നുണ്ട് അറബിയിൽ മാത്രല്ല ഓരോരുത്തരോടും ഫിറ്റാകുന്ന ഭാഷയിൽ സംസാരിക്കും. കാരണം അല്ലാഹു തആല തുകല്ലിമുഹുന്നല്ലേ പറഞ്ഞത്, ജനങ്ങളോട് സംസാരിക്കുന്നല്ലേ. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഷ ഉണ്ടാവുള്ളൂ. ആ ആയത്ത് വിശദീകരിച്ച ആളുകൾ പറഞ്ഞു, പണ്ഡിതന്മാര് പറഞ്ഞു, എല്ലാവരോടും ഒരേ രൂപത്തിലല്ല, ഓരോരുത്തരോടും അവർക്ക് വേണ്ട ഭാഷയിൽ രൂപത്തിൽ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ആളുകളോട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായ ഈ ദാബത്തുല്ലർദ് അവരോട് സംവദിച്ച് വേണ്ട കാര്യങ്ങൾ അവരോട് പറയും. ദാബത്തുല്ലർദിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദാബത്തുല്ലർദ് വരുന്നതിനോടനുബന്ധമായി മുഅ്മിനീങ്ങളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അത് വരുമ്പോ സന്തോഷവാർത്ത അറിയിക്കുന്ന രൂപത്തിൽ ഈമാൻ ഉറച്ച് ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാതെയുള്ള സ്വഭാവം സ്വീകരിച്ചു നിൽക്കുന്നവരാകണം. കാരണം അതിന്റെ സന്തോഷ വാർത്തയാണല്ലോ. നീ മൂമിനാണ് എന്ന് വിളിക്കുന്ന ആ വിളി അത് ഒരു ഉറച്ച വാക്കാണ്.
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി, ആ വടി കൊണ്ട് മൂമിനായ മനുഷ്യന്റെ രണ്ട് കണ്ണിനിടയിൽ ഒരു കുത്തു കുത്തുമ്പോ ഒരു വെളുത്ത പ്രകാശം, ഒരു വെളുത്ത കല രൂപപ്പെട്ടു വരികയും അതവന്റെ ശരീരത്തിലും മുഖത്തിലും ഒന്നാകെ വ്യാപിക്കുകയും മുഖമൊന്നാകെ പ്രകാശിക്കുകയും ചെയ്യും. ഈമാനികമായ വലിയ പ്രകാശം. കാഫിറിന്റെ മുഖത്ത് അവന്റെ മൂക്കിൽ ഒരു കുത്ത് മോതിരം കൊണ്ട് ഒന്ന് കുത്തുമ്പോ ഒന്ന് വരക്കുമ്പോ ആ കറുത്ത കല മുഖമൊന്നാകെ കറുപ്പിച്ച് കരിവാളിച്ച് കാണിച്ചു തരും. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈമാനാണ്. ഈമാൻ ഉണ്ടെങ്കിൽ അവിടെയും സന്തോഷമാണ്, നമുക്ക് വലിയ സംരക്ഷണമാണ്, സന്തോഷിക്കാനും മറ്റുമൊക്കെ വലിയ കാര്യമാണ്. ഈമാൻ പോയി പോകുന്ന വിഷയങ്ങളിൽ നിന്ന് വളരെ കരുതലോടെ ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. ഈമാൻ പോയി പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ ഞാൻ ഇസ്ലാമിക രാജ്യമായിട്ട് അങ്ങോട്ട് പോകുക, അങ്ങനെ പോകുക എന്നുള്ള പരസ്യമുള്ള പ്രഖ്യാപനം മാത്രമല്ല, മുർത്തദ്ദാകുന്ന കാര്യങ്ങൾ. ആഖിർ സമാൽ ഏറ്റവും കൂടുതൽ അതാണ് വരും, രിദ്ദത്തിന്റെ വിഷയങ്ങൾ. മുർത്തദ് കാഫിറ, അത് വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ചിന്താധാരകളിലും ഒക്കെ വരും. അതിലേറ്റവും പ്രധാനമായും നമ്മുടെ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ഒന്ന് അൽ ഇസ്തിഹ്സാഉ, പരിഹാസ്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരിഹാസ്യം. ഒരു ഹക്ക് പറഞ്ഞു കൊടുത്താൽ അയാളെ പരിഹസിക്കും, അയാളെ താറടിക്കും. കഴിവിന്റെ പരമാവധി അയാളെ എങ്ങനെ വഷളാക്കാൻ പറ്റുമോ അങ്ങനെ വഷളാക്കും. അടിക്കുറിപ്പുകൾ വായിച്ചു നോക്കണം. ചിലതൊക്കെ വായിച്ച് നമ്മൾ മതിയാക്കലാണ്. ഒരു ആലിമ് ഒരു ഹദീസോ മറ്റോ വിശദീകരിക്കുമ്പോ അതിനെ ട്രോൾ ചെയ്യുന്നതും അതിനെ വഷളാക്കുന്നതും അതിന്റെ അടിക്കുറിപ്പ് എഴുതുന്നതൊക്കെ ഈ എഴുതുന്ന ആള് എത്ര വലിയ വിരസനായിട്ട് എഴുതുന്നറിയും. എന്നാ ആ പറഞ്ഞ പറച്ചിൽ എന്തെങ്കിലും ശരിയല്ലാത്ത വിഷയമുണ്ടോ? ശരിയാണ്. പക്ഷെ അയാൾക്കത് ഉൾക്കൊള്ളാനുള്ള പ്രയാസം കൊണ്ട് അയാൾ ഈ ആലിമിനെതിരെ കുതിര കയറി ഇസ്ലാമിനെ തന്നെ പരിഹസിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിൽ പെരുത്തുണ്ട്. എന്നിട്ട് അതിന്റെ പുറമെ ഒരു കളിയാക്കുന്ന ചിത്രവും വരച്ചുവിടുക. ആ പറഞ്ഞ ആശയത്തോട് യോജിച്ചതായിരിക്കും ഒരു പക്ഷെ അയാളാ വരുന്ന ചിത്രം, പക്ഷെ ആ ചിത്രം പരിഹാസ്യ രൂപത്തിലാണ്. ദീനിന്റെ ഒരു ഖൈറായ കാര്യം, സമൂഹത്തിനൊരു ഖൈറായ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ അയാൾക്ക് ദഹിക്കുന്നില്ല, അതുകൊണ്ട് അയാൾ കളിയാക്കി. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, ധാരാളം വിഷയം. ഒരു ആലിം ഉദാഹരണമായി പറഞ്ഞൊരു ആലിം ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന വിശുദ്ധിയും അച്ചടക്കവും മുതുക്കവും ഒക്കെ പറഞ്ഞപ്പോ ആ നിലക്ക് സ്ത്രീകളെ വളർത്തണം, പൊതുരംഗത്തേക്ക് അവരെ പ്രവേശിപ്പിച്ച് അവരെ പരിശുദ്ധി കെടുത്തരുത് എന്ന് പറഞ്ഞപ്പോ അതിന്റെ പിന്നാലെ ചുവട് പിടിച്ചു. ഉദാഹരണം പറഞ്ഞാണ്, നടന്ന സംഭവമാണ്. ചുവട് പിടിച്ചു ഒരുപാട് മെമ്പർമാർ. പിന്നെ ആ ആലിമിനെ എഴുതുന്ന ഭാഷ മൈക്കിലൂടെ പറയാൻ പറ്റൂല. ആ രൂപത്തിൽ എഴുതിയത് അവർക്ക് ദഹിക്കാത്തത് കൊണ്ടാണ് അവർ എഴുതുന്നത്. അവരെ ഇൽമിന്റെ കുറവ് കൊണ്ടാണ്, വേറൊന്നുമല്ല, ജഹല് കൂടുതലുകൊണ്ടാണ്. ആ പറഞ്ഞ ആശയത്തിൽ വല്ല കേടുണ്ടോ? ഒരു കേടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കൊന്ന് ഉത്ബോധിപ്പിച്ചതാണ്. പക്ഷെ അതിന്റെ പിന്നാലെ ആളുകൾ കയറി കൂടിയിട്ട് ഇഷ്ടം പോലെ. മറ്റൊരാൾ പറഞ്ഞു, കഴിവുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ കഴിവുള്ള ആളുകൾ, കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ, രണ്ടും വേണം. കഴിവും വേണം, പ്രാപ്തിയും വേണം. കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ. സമൂഹത്തിൽ വഴിയാധാരമാക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ കഴിയുന്നവരൊക്കെ വിവാഹം ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് അതിന്റെ പിന്നാലെ എഴുതാൻ തുടങ്ങി. അതുപോലെ ഇസ്ലാമിന്റെ ആശയല്ലേ, കഴിയുമെങ്കിൽ നീതി പാലിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ തെറ്റുണ്ടോ? എന്താ തെറ്റുള്ളത്? അപ്പൊ അതിന്റെ ഇടയിൽ എഴുതാൻ തുടങ്ങിയത് ഈ പറഞ്ഞ ആളെ പറ്റിയിട്ടുള്ള എല്ലാ തെറ്റും കുറ്റവും താറടിക്കണം. എന്നിട്ട് എഴുതിയ കൂട്ടത്തിൽ എന്തെല്ലാം എഴുതി? അയാളിപ്പോ ഇനി കുറെ ആളുകൾക്ക് വേശ്യാവൃത്തി പ്രോത്സാഹിപ്പിക്കാണ്. വേശ്യാവൃത്തിയാണോ അയാൾ പറഞ്ഞത്? അയാളെ ഹലാലായ നിലക്ക് നീതി പാലിച്ച് സമ്പത്തും കഴിവൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എത്ര സഹോദരിമാരുണ്ട്.
നല്ല ചുറുക്കുണ്ടവർക്ക്. പക്ഷെ എന്താണ് അവര് ഇണചേർക്കപ്പെടാത്തത്? സാമ്പത്തിക കുറവുകൊണ്ടാണ്. അവരെ സ്വീകരിച്ച് ആ കുടുംബത്തിന് സംരക്ഷണം ജീവിതം കൊടുക്കാൻ എല്ലാവരോടും പറഞ്ഞല്ല. ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞു അങ്ങനെയല്ല, ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നീതി പുലർത്താൻ കഴിയൂല എന്ന് പേടിണ്ടെങ്കിൽ ഫവാഹിദ, ഒന്ന്. അല്ല, അതിനൊക്കെ നല്ല ഒരുക്കവും പാടവും തന്നെയോടൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്നാ എത്ര കുടുംബം രക്ഷപ്പെടും. അത് ആ ഹക്കായ വിവരം പറഞ്ഞതിന് വിവാഹിതരും അവിവാഹിതരും ആൾക്കാർ ആ ഉലമാഇനെ തേജോവധം ചെയ്ത് ആ ഭാഷയെ നിശിതമായി വിമർശിച്ച് പരിഹസിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിഹാസം. പിന്നെ വേഷവിധാനത്തെ പറ്റി പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് പറ്റാത്ത ചില വേഷങ്ങളില്ലേ, അത് മറ്റവരോട് എതിർത്തിട്ടാ? അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ലേ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ വരുമ്പോ ഏറ്റവും ഉത്തമമായ വസ്ത്രം എല്ലാവർക്കും അറിയില്ലേ? വെള്ള വസ്ത്രം അല്ലേ? അത് മുസ്ലിയാക്കന്മാർക്ക് മാത്രമൊന്നല്ല, എല്ലാവർക്കും തന്നെ. പള്ളിയിൽ വരുന്ന മുത്തുമുമിനികൾക്കൊക്കെ അങ്ങനെ തന്നെ, എല്ലാവർക്കും. അതില് പിന്നെ വലിയ മൂല്യരാകുക അല്ലെങ്കിൽ വലിയ ഉഷാറുള്ള വലിയ ആളാകുക അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട് ആ സുന്നത്ത്. എന്നിട്ട് എന്ത് പറഞ്ഞു? ചില വസ്ത്രങ്ങളൊന്നും ഇസ്ലാമിൽ ധരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കിയ ഒന്നാണ് പട്ട്. അപ്പൊ അതിനെതിർത്ത ഒരാൾ പറഞ്ഞു, അന്നത്തെ കാലത്തെ ഇത്ര സുലഭല്ല പട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാള് പാരിതോഷികമായി കൊണ്ടുവന്ന് കൊടുത്തു പട്ടിന്റെ ഒരു ജോഡി പട്ട് വസ്ത്രം. സ്വഹീഹ് ബുഖാരിയിൽ കാണാം. അല്ല, ഈ പറഞ്ഞതിന് ആളുകളോട് ഇപ്പൊ എല്ലാത്തിനും മറുപടി തരാൻ കഴിയൂല, എന്നാ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അല്ല, വിവരക്കേട് പറയുമ്പോ ചിലപ്പോഴൊക്കെ പറയണല്ലോ. അന്നത്തെ കാലത്ത് ഒരു വിദ്വാന്, അന്നത്തെ കാലത്ത് പട്ട് ഇതുപോലെ സുലഭമല്ല, അതുകൊണ്ടാണ് നിയമം. എങ്ങനെ? അപ്പൊ എന്ത് വന്നു? ഇസ്ലാമിന്റെ നിയമം അന്നത്തേക്ക് മാത്രമാണെന്നാണ് പറഞ്ഞത്, ഇന്നത് ബാധകല്ല. അതാണ് എന്റെ ഉദ്ദേശം. പട്ടിന്റെ ഒരു ജോഡി പട്ട് വസ്ത്രം തങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റായി കൊണ്ടുവന്ന് കൊടുത്തു. തങ്ങൾക്ക് പാല് കൊണ്ടുവന്ന് കൊടുക്കലുണ്ട്, ചിലപ്പോൾ കാണാൻ വരുന്ന ആളുകള്, അതുപോലെ ഈത്തപ്പഴം കൊടുക്കൽ, ഇങ്ങനൊക്കെ വരും. പട്ടൊരു ജോഡി പട്ട്. അപ്പോ തങ്ങള് അടുത്ത് നിൽക്കുന്ന സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ജോഡി പട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടു കൊടുക്കാറ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അത് പിടിച്ചിട്ട് പറഞ്ഞു, അല്ല നബിയെ, നിങ്ങൾക്ക് പറ്റാത്ത എനിക്ക് കൊടുത്തയച്ചിക്ക, ഇത് ധരിക്കാൻ പറ്റൂലല്ലോ, എനിക്കും പറ്റൂല, പിന്നെ എന്തിനത് കൊടുത്തയച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കൊടുത്തയച്ച നിങ്ങൾ ഉടുക്കാനല്ല, നിങ്ങളത് വിറ്റിട്ട് അതിന്റെ കാശ് എടുത്തോട്ട് എഴുതിട്ടാണ്. ധരിക്കാൻ പറ്റിയവരുണ്ടല്ലോ സമൂഹത്തിൽ, സ്ത്രീകൾക്ക് പറ്റൂലേ? പറ്റും. അത് വിറ്റോളി, വിറ്റാ അതിന്റെ കാശ് കിട്ടുമല്ലോ, ആ കാശ് കൊണ്ട് നിങ്ങൾക്ക് ഉപകരിക്കാൻ. അതിനാ ഞാൻ കൊടുത്തയച്ചത്. നിങ്ങൾ നോക്ക്, അന്നത്തെ കാലത്ത് പട്ടില്ലാന്നവര് പറഞ്ഞു, പട്ട് കുറവാണ്. ഗിഫ്റ്റ് ആയി കൊണ്ടുവന്ന് കൊടുക്കുന്ന പട്ടാണെങ്കിൽ പട്ട് ഉണ്ടായിട്ടില്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്, അല്ലെ കൊണ്ടുവരും, എവിടെയും കിട്ടാത്താണെങ്കിൽ. അപ്പൊ ഉണ്ട്, പക്ഷേ അന്നങ്ങനെ. അതേപോലെ മോതിരം, സ്വർണ്ണ മോതിരം ധരിക്കരുത്. ഇസ്ലാം ആ പറഞ്ഞത് ശരിയായില്ല. ഒരു സ്വർണ്ണ മോതിരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമാണോ? അങ്ങനെ ചിന്തിക്കണം. ഒരു സ്വർണ്ണ മോതിരം എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, എത്ര ഗ്രാം കുറവാണ്. അത് ഒരു പുരുഷന് ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് അതിൽ കാഴ്ചപ്പാടിൽ വലിയൊരു ഹിക്മത്തുണ്ട്. എന്താണ് ഇസ്ലാം ആ കാഴ്ചപ്പാട് നൽകിയത്? ഇവിടെ ഇപ്പോ സ്വർണ്ണമോതിരം വാങ്ങാൻ കഴിയാത്ത ആളുകളുണ്ടോ? സ്വർണ്ണമോതിരത്തിന് ഇത്ര 10,000 20,000 ഒന്നും വേണ്ട, വേണോ? വേണ്ട. ഒരു 2,000 നല്ല കുറച്ചൊക്കെ കട്ടി വേണമെങ്കിൽ 3,000 4,000 എടുത്ത സ്വർണ്ണമോതിരം കൂടി കിട്ടും, നല്ല സ്വർണ്ണമോതിരം. പക്ഷെ ആളുകൾക്ക് കഴിയാത്തതുകൊണ്ടാ വാങ്ങണ്ടെന്ന് പറഞ്ഞ് അല്ല. അതില് ഇസ്ലാം വെക്കുന്ന ഒരു മാനദണ്ഡം, പുരുഷന്മാർക്ക് അവരുടെ ഭംഗി പ്രകടിപ്പിക്കാൻ സ്ത്രീകൾക്ക് ഹലാലാണ്, അവർക്ക് ഹലാലാണ്, അവർക്ക് ധരിക്കൽ സുന്നത്തുമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും, എനിക്ക് യാത്രക്ക് പോകാൻ ഒരു മാലല്ല, ഞാൻ അപ്പുറത്തുനിന്ന് ഒരു മാല വാങ്ങി പറ്റുന്നപ്പോ പോയി വാങ്ങിക്കൊണ്ടുവന്നു. വായ്പായിട്ട് മാല കഴുത്തിലാണ് ഞാൻ ഇല്ല, അതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഒരു മാല വാങ്ങിക്കൊടുത്തോളിതാണ്. ആ മാല കാണാൻ വിഷയത്തിൽ ഇങ്ങനെ നിന്നിട്ടാണല്ലോ തയമ്മുമിന്റെ ആയത്തൊക്കെ ഇറങ്ങിയത്, വെള്ളം കിട്ടാതെ. ആ വിഷയത്തിൽ മാല കാണാത്തതുകൊണ്ട് മാല കുറച്ച് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ തയമ്മുമിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ ആയിഷ ബീവിനോടുള്ള സ്വഹാബത്തിന്റെ ബഹുമാനം വല്ലാത്ത ബഹുമാനം. കാരണം ഒരു നിയമത്തിലാണ് എളുപ്പം കിട്ടുന്നത്. രാജ്യത്ത് എവിടെ പോയാലും വെള്ളം അല്ലെങ്കിൽ മണ്ണ് രണ്ടാലൊന്ന് കിട്ടുമല്ലോ. അതിനൊരു കാരണമായി വർത്തിച്ചത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് കരുതിയിട്ട്. അപ്പൊ ഈ സ്വർണം ധരിക്കണ്ട എന്ന് പുരുഷന്മാരോട് പറഞ്ഞത് പുരുഷന്മാരുടെ ഭംഗി വെളിവാക്കാനും പ്രദർശിപ്പിക്കാനും
സ്വർണത്തിന്റെ ആവശ്യമല്ല പുരുഷന്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ നല്ല ഒരു തുണിയും കള്ളിത്തുണിയും ഒരു പുതിയ ബനിയനും വാങ്ങിയാൽ ഒരു 60 വയസ്സായ ഒരു കാരണവർ ഇങ്ങനെ പോവുകയാണെങ്കിൽ പരിചയമുള്ള ഒരാൾ വന്നിട്ട് എന്ത് പറയും? അപ്പൊ പുതിയാപ്പിള കഴിക്കണല്ലോ. അപ്പൊ അയാൾ പുതിയാപ്പിള വയസ്സ് 45 പുതിയാപ്പിള കഴിഞ്ഞിട്ട് വയസ്സെത്ര പേരക്കുട്ടികളെ കിട്ടിച്ചു. ഇപ്പോഴും എന്താ പേര്? അത് അയാളെ ഭംഗിയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. പുരുഷന് ഭംഗി ഉണ്ടാകാൻ നല്ല അനുവദിക്കപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചാൽ തന്നെ മതി. ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ ആവശ്യം. എന്നാ പിന്നെ ഒരു മോതിരം ധരിക്കണ്ടെന്നല്ല, അതിനാണ് സുന്നത്താക്കിയിട്ട് വെള്ളി മോതിരം വെച്ചത്. സ്വർണ്ണ മോതിരം ധരിക്കുമ്പോൾ പൊതുവെ സ്ത്രീകളെ പോലെയല്ല പുരുഷൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സമൂഹവുമായി ബന്ധപ്പെടുന്ന ആളാണല്ലോ. സാധുക്കളായ ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ വെള്ളി മോതിരം കണ്ടാൽ ആരാ കൽപ്പിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്വർണം കണ്ടാൽ മകൻ ഞമ്മക്കൊന്നും വാങ്ങാനും ധരിക്കാനും ഒരു കഴിവില്ലല്ലോ. സ്വർണ്ണ മോതിരം എത്ര കയ്യിൽ അയാളെ വിരൽ മുറിച്ചെടുത്താലോ ആ സ്വർണ്ണ മോതിരം കിട്ടും. അവരെ മനസ്സിലുള്ള വിഷമം അതുകൂടി ഒന്ന് പരിഹരിക്കണ്ടേ? എല്ലാ വസ്ത്രം വാങ്ങാൻ, പട്ടുവസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്ത പുരുഷന്മാർ ഇപ്പൊ കാലത്ത് കുറവിലുണ്ടാവുള്ളൂ. പക്ഷെ സമൂഹത്തിൽ നല്ലൊരു വിഭാഗത്തെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാം ആ നിയമത്തിന് ചേഞ്ച് ചെയ്തു, സാമൂഹിക മാനം കാത്തു സൂക്ഷിക്കാൻ. ഇത് ഒരു ആലിമ് പറഞ്ഞപ്പോ അതിനെ എതിർത്ത്, അതിനെ പറ്റി എതിർത്ത്. അങ്ങനെ അവനവന് പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വിവരക്കേട് കൊണ്ട് എതിർത്ത് പരിഹാസം കൂടുതലാകുന്ന സമയമാണ്. മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാണ് സംസാരത്തില്, ഏത് മതം സ്വീകരിച്ചാലും എന്താ ആള് നന്നായ പോലെയാണ്. അത് ക്ലിപ്പിട്ട് കേൾപ്പിക്കണം, ശ്രദ്ധ സമയമില്ലാത്തതുകൊണ്ടാണ്. മതം ഏത് സ്വീകരിച്ചാലും കുഴപ്പമില്ല. അയാള് മുസ്ലിമാണ് ചോദിച്ചാൽ മുസ്ലിമാണ്. നിങ്ങളേതാ? ഞാൻ മുസ്ലിമാണ്. അയാൾ ഉടനെ പറയുന്നുണ്ട്, ചോദ്യത്തിന് ഉത്തരം ഉടനെ പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിമല്ല. പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു? പ്രത്യയശാസ്ത്രങ്ങളൊക്കെ മനുഷ്യന് പറ്റും. അതൊരു മുസ്ലിം പറയേണ്ട വാക്കാണ്. എല്ലാ മതങ്ങളും സമ മുസ്ലിമിന്? മുസ്ലിമിന്റെ അടുത്ത് എല്ലാ മതങ്ങളും സമല്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാമാണ്. അതാ നമ്മളാ ഇസ്ലാം സ്വീകരിച്ചത്. വജ്ജഹത്തു വജ്ഹിലില്ലയിൽ നമ്മളെന്താ ഓതുന്നത്? ഹനീഫൻ മുസ്ലിമൻ ഒമാന മിനൽ മുശ്രിക്കീൻ. മറ്റു മതങ്ങളിലേക്കൊന്നും ചായ്വില്ലാത്ത ഒരു ഒറിജിനൽ മുസ്ലിമായിട്ട് ഞാൻ അള്ളാഹുവിലേക്ക് എന്റെ ശരീരം മുന്നിട്ട് വെച്ചിരിക്കുന്നു. എല്ലാ മതങ്ങളും സമമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും വ്യവസ്ഥകളും കാര്യങ്ങളും ഇവിടെ ഇറക്കിയതും കൊണ്ടുവന്നതൊക്കെ അള്ളാഹു തആലയാണ് എന്ന് കരുതും. ഓൻ പറയുന്നത് കേട്ടാൽ അള്ളാഹു തആല പറഞ്ഞത് ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ഒരാൾ ദീനായി സ്വീകരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കൂല. അള്ളാഹു സ്വീകരിക്കൂല എന്ന് അള്ളാഹു തആല പറഞ്ഞ നയാണ്, നമ്മളാരും പറഞ്ഞതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. പരലോകത്തവൻ പരാജയത്തിൽപ്പെട്ടവൻ, പരാജിതരിൽപ്പെട്ടവൻ. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ എല്ലാം സമമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമും മറ്റൊക്കെ ഒരുപോലെ ചേർത്തില്ലേ? ശരിയല്ല. വേറൊരാൾ പറയാണ്, ഈ കാലഘട്ടത്തിൽ ഇപ്പോ ഹലാലും ഹറാമും നോക്കിയാല് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. അത് പറയുന്നിടത്താ വലിയ പ്രശ്നം. ഒരാൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചു, ഏതോ വന്നു പെട്ടുപോയി, അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഇയാളെ പറച്ചിൽ എന്ത് വന്നു? ഹലാലും ഹറാമും ഒരുപോലെയാകുന്ന ഒരു അവസ്ഥ വന്നില്ലേ? അവിടെയാണ് പ്രശ്നം. പറച്ചില്ലാണ്. അയാൾ പറഞ്ഞത് ഹലാലും ഹറാമും നോക്കിയാലേ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു ജീവിക്കാൻ കഴിയില്ല? ഹലാലായ നിലക്ക് കച്ചവടം ചെയ്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ എല്ലാ ആൾക്കാർ. ഒരു ചതിയും ഒരു കിൽറ്റും ഇല്ലാതെ നല്ല നിലക്കുള്ള കച്ചവടം, ലാഭമുണ്ട്, കച്ചവടം നടത്തി ഹലാലായ നിലക്ക്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നോക്കി, ഒരാൾ ഈ കൊണ്ടോട്ടി മാർക്കറ്റിൽ നിന്ന് ഒരു 4-5 കൊട്ട മീൻ വാങ്ങി രാവിലെ 6 മണി 7 മണിക്ക് വന്നിട്ട്, ആ 12 മണിയാകുമ്പോഴത്തേന് അയാളത് വിറ്റ്. ഹലാല ജീവിതല്ലേ? എന്തായാലും കുഴപ്പമുള്ളത്? എന്തായാലും കുഴപ്പമുള്ളത്? അയാൾക്ക് സമ്പാദ്യം കിട്ടിയില്ലേ? ലാഭം കിട്ടിയില്ലേ? ആ ലാഭത്തിന് ആൾക്കാർ ഇതിലുണ്ടോ? കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാര്, കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർ എത്ര ഉണ്ട്? പക്ഷെ ഇയാളെ ഉദ്ദേശം എന്താന്ന് പറയുന്നത്? അയാളെ ഉദ്ദേശം ഒന്നാണ്. എന്താണ്? പലിശ ഇസ്ലാം നിഷിദ്ധമാക്കുന്നുണ്ടല്ലോ, അതാണ് അയാളെ പറച്ചിന്റെ സ്വാധീനം. ലോട്ടറി ഇസ്ലാം നിഷിദ്ധമാക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ എളുപ്പത്തിൽ ചുളിവിലൂടെ കിട്ടുന്നത് അത് മൂപ്പർക്ക് ഹലാലായി കിട്ടണം. അതിന് മൂപ്പരെ ഭാഷയാണത്. എന്ത്? ഹലാലും ഹറാമും നോക്കിയാലേ ഇപ്പത്തെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല.
അപ്പൊ എനിക്ക് ഹലാലും പ്രശ്നമല്ല, ഞാൻ അത്ര വകഭേദമായിട്ട് കാണുന്നില്ല എന്നൊരാൾ പറയലോടെ അയാൾ മുർത്തദ്ദായി. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പോന്നാ പോരാ, രിദ്ദത്തിൽ നിന്ന് വരുമ്പോ ഒരു സീഗ ഉണ്ട്, ആ സീഗ ചൊല്ലണം. അതെന്താ? ആ സീഗ ചൊല്ലിയിട്ട് വേണം അയാൾ പോരാ. അന ബരീഉൻ മിമ്മൻ യുഖാലിഫു ദീനൽ ഇസ്ലാം, ഇസ്ലാം ദീനോട് എതിരാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് വേണം ഷഹാദത്തുൽ കലിമ ചൊല്ലിപ്പോരാൻ. ഷഹാദത്തുൽ കലിമ മാത്രം ചൊല്ലിയ പോരാണ്. അതല്ലേ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അത് കുറച്ച് വിഷയം കുറച്ച് ഗൗരവമുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇനി സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമായിട്ട് കുറച്ചാൾ രംഗത്തിറങ്ങി. ഇതുവരെ സക്കാത്ത് കൊടുത്തിരുന്ന ആൾക്കാർ അവരതിന് തെളിവായിട്ട് തോന്നി സക്കാത്ത് കൊടുക്കേണ്ടേ ഇല്ല എന്നുള്ളതിനും ഖുർആൻ ആയത്തോന്നി. അതിന്റെ രസം, എല്ലാവരും സക്കാത്ത് കൊടുക്കാനാണ് ആയത്തോത്, കൊടുക്കേണ്ടതില്ല എന്നൊരു പക്ഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞേക്ക് ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി സക്കാത്തിന്റെ പിരിവിന് ആരും കൊണ്ട് വരണ്ട, പൊതുഖജനാവ് നാളെ ഓരോ വീട്ടുക്കും കണക്കെടുക്കും, പിന്നെ അടുത്തൊരു കൂട്ടർ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരും, അത് വിതരണം ചെയ്യും. അങ്ങനെയാണല്ലോ സമ്പത്തിന്റെ, ഇസ്ലാമിക സമ്പത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് അന്ന്. ഒട്ടകത്തിന്റെ അതുപോലെ തന്നെ കൃഷിയുടെ മറ്റൊക്കെ. ഫിത്ർ സക്കാത്ത് പിന്നെ അവനവനം വിതരണം ചെയ്യും. മറ്റുള്ള സക്കാത്തുകളൊക്കെ ഭരണാധികാരികൾ കയ്യിൽ പിരിച്ചെടുക്കും. അപ്പൊ അന്നൊരു കൂട്ടര് സക്കാത്ത് ഇനി ഞങ്ങൾ കൊടുക്കൂല, കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുത്ഹിറുഹും. നബി തങ്ങളോടാ പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കണം. തങ്ങൾ പോയില്ലേ? അവരെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നിങ്ങൾ സ്വീകരിക്കണം, അതവർക്ക് വിശുദ്ധിയാണ്, അവരെ സമ്പത്തിനും വിശുദ്ധിയാണ്. ആ സക്കാത്ത് നിങ്ങൾ സ്വീകരിക്കണം. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പോയല്ലോ, ഇനി ആരും സ്വീകരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലഘട്ടത്തിൽ ഒരൊട്ടകത്തെ കൊടുക്കുമ്പോ കൂടെ കയറും കൊടുക്കുന്ന ഒരു പതിവുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഒട്ടകത്തെ ഇങ്ങനെ കൊടുക്കുമ്പോ അത് സക്കാത്തിന് ഇട്ടാ കൊണ്ടേക്കുള്ളൂ. അപ്പൊ ആ കയറും കൊടുക്കും. ആ കയർ അവർ തരാതിരുന്നാൽ പോലും ഞാൻ യുദ്ധം ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാ? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച ആൾക്കാരല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ വിശ്വസിച്ച് ഷഹാദത്തുൽ കലിമ ചൊല്ലിയാല് പിന്നെ അയാളുടെ രക്തത്തിനും അയാളുടെ സമ്പത്തിനും ഒക്കെ സുരക്ഷിതത്വം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. എന്ത്? ഇല്ലാ ബിഹഖിഹാ, ആ സമ്പത്തിന്റെയും ശരീരത്തിന്റെയും അവകാശം അവിടെ ബാക്കിയുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങാൻ പോരാടാം. അതിന് വേണ്ടി അവരെ സമ്പത്തും രക്തവും ഒക്കെ ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും. ഒരു മുസ്ലിമായ മനുഷ്യൻ നിരപരാധിയായ ഒരാളെ ഒരു കാരണവുമില്ലാതെ ഒരാളെ പരിക്കേൽപ്പിച്ചാല് ആള് മുസ്ലിം അല്ല, ആളൊന്നും ചെയ്യേണ്ടി വരാൻ പറ്റും? ഇസ്ലാമിന്റെ കോടതിയിൽ ആളെ പരിക്കേൽപ്പിച്ചതിന് തുല്യമായിട്ട് ഇപ്പുറത്തും ശിക്ഷ കൊടുക്കണം. അല്ല, എനിക്ക് എന്നെ അങ്ങനെ ഏൽപ്പിച്ചു, നിങ്ങളെ അയാളെ കൈയൊന്നും വെട്ടണ്ട എന്ന് മറ്റേ പറഞ്ഞാൽ അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല, നഷ്ടപരിഹാരമായിട്ടുള്ള ദിയത്ത് കൊടുക്കണം. ഒരു വിരലാണ് ഒടിച്ചതെങ്കിൽ 10 ഒട്ടാൻ കൊടുക്കണം. ഒരു വിരല് ഒരാൾ മുറിച്ചു, ഒരാളെ വിരല് പകരം എന്താ ചെയ്യേണ്ടി? വിരല് മുറിക്കണം. മറ്റേ ആള് പറഞ്ഞു വിരല് മുറിക്കണ്ട, എന്റെ വിരല് ഏതായാലും പറഞ്ഞ അയാളെ വിരലും കൂടി പോക്കണ്ട. എന്നാ അസ്സലാമു അലൈക്കും എന്ന് പോയാ പോരാ, അയാൾക്ക് 10 ഒട്ടകം, ഒന്നല്ല 10 ഒട്ടകം കൊടുക്കണം. അത് ഇസ്ലാമിന്റെ ശിക്ഷാ നിയമമാണ്. അതിപ്പോ അവിടെ ചെയ്യുന്നത് ഒരു മുസ്ലിം ആളൊന്നും ചെയ്യണ്ടെന്ന്. അതാണ് ഇല്ലാ ബിഹഖിഹാ, സമ്പത്തിന്റെ ഹക്കാണ് സക്കാത്ത്, അത് തന്നേ പറ്റും. വേറെ റിപ്പോർട്ടിൽ മഹാനവറുകൾ പറഞ്ഞു, ലൗ മനഊനി അനാഖൻ കാനൂ യുഅദ്ദൂനഹാ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. ഒരൊട്ടകത്തെ കൊടുക്കുമ്പോ അതിന് പാല് കുടിക്കുന്ന കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൊണ്ടേക്കോളി എന്ന് പറയും. കാരണം ആ കുട്ടിക്ക് ഇനി പാല് കൊടുക്കാൻ വേറെ ഒട്ടകത്തെ നിർത്തണ്ടേ? അങ്ങനെ ഒരു പതിവ് ഉണ്ടായിട്ട് ആ പതിവ് തടഞ്ഞാലും ഞാൻ യുദ്ധം ചെയ്യും. മുർത്തദ്ദായി എന്നുള്ള നിലക്കാണ് അവരോട് ഏറ്റുമുട്ടൽ. ആ നിയമത്തിൽ നിന്ന് അവർ മാറണം. അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും വിശുദ്ധമായ വിഷയം അതിൽപ്പെട്ട ഒന്നാണല്ലോ നിസ്കാരം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊരാൾ പറഞ്ഞാലോ, ഒരാൾ നിസ്കരിക്കാതെ നിന്നു, അങ്ങനെ ഒഴിവാക്കി ഇങ്ങനെ പോയി, അയാൾ അതിന്റെ കുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്, അള്ളാഹു പുറത്തെടുത്ത് അങ്ങനെ രക്ഷപ്പെട്ടു നോക്കി. ഒരാൾ പറഞ്ഞു നിസ്കരിച്ചോണമെന്നില്ല മുസ്ലിം ആകാന്, അയാളെ അവസ്ഥ എന്താ? അയാളാ വിട്ട. കാരണം അയാൾ ഈ നിർബന്ധത്തെയാണ് ആവശ്യമല്ല, നിർബന്ധമല്ല, ചെയ്യേണ്ടതില്ല എന്നുള്ള പരുവത്തിലേക്ക് എത്തിയത്. അല്ലാഹു തആല നിർബന്ധാക്കിയ കാര്യമില്ല നിസ്കാരം, തർക്കമല്ലല്ലോ. അതിനങ്ങോട്ട് നിഷേധിച്ചാൽ എന്താണ് അയാളെ ഹുക്മ്?
അയാൾ മുർത്തദ്ദ, പുറത്താ. ഇത്ര ഈ മണിക്കൂറും നോമ്പൊൽക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ, ഇങ്ങനെ വ്യക്തമായി ഉള്ള നിർബന്ധങ്ങളെ നിഷിദ്ധങ്ങളെ ഹലാലാക്കുകയോ നിർബന്ധങ്ങളെ നിഷിദ്ധമാക്കുകയോ ഒക്കെ ചെയ്താൽ അതിന്റെ പരിണിത ഫലമാണ് റിദ്ദത്ത്, മുർത്തദ്ദാകുക എന്നുള്ള അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ദാബത്തുൽ അർളിന്റെ വിഷയം പഠിപ്പിക്കുന്ന ഒരു പാഠം, ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് മുഅ്മിനീങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഈമാനാണ്. വന്നതിന് ശേഷം പിന്നെ സ്വീകരിക്കല്ല വേണ്ടത്, മുമ്പേ ഉറപ്പിച്ചു നിൽക്കണം. ഇത് നമ്മളോട് പഠിപ്പിക്കുന്ന പാഠം എന്താന്ന് വെച്ചാൽ, ചെറിയ അടയാളങ്ങളൊക്കെ ഏറെക്കുറെ ഭൂമിയിൽ സംജാതമായി കഴിഞ്ഞു, നമ്മൾ കണ്ടു കഴിഞ്ഞു, ഓരോന്നും കണ്ടു കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ വലിയ അടയാളങ്ങളാണ്. അതിനനുസരിച്ചുള്ള പോരാട്ടങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്നു. മുസ്ലിം പീഡനങ്ങൾ ഓരോ നാളും വർദ്ധിക്കുകയാണ്, ഓരോ നാളും. ഇന്നും നിങ്ങൾ കണ്ടില്ലേ ഒരു ഫലസ്തീനിയെ കൊന്നു കളഞ്ഞത്? വായിച്ചില്ലേ? എത്ര ക്രൂരമായിട്ടാണ്. ചിലപ്പോ പട്ടിണിക്കിട്ട് കൊല്ലും. ചെറിയ കുട്ടികളെ അവർ കല്ലെറിഞ്ഞു എന്നാ പേര്, കൊന്നുകളെ. കല്ലെന്നാ കുട്ടികളുടെ കയ്യിലുണ്ടാവില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളൊക്കെ ഇങ്ങോട്ട് എല്ലാ ഭാഗത്തും കൊണ്ട് സജീവമായി അരങ്ങേറുമ്പോ അപ്പോഴാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ വരവ്. അപ്പൊ ആ വരവും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വരാനുള്ള സമയങ്ങൾ ഇനി കൂടുതലായി കാത്തിരിക്കാനില്ല എന്ന അർത്ഥത്തിൽ അടുത്തു വരികയാണ്. ഈമാനും രണ്ടാമത്തെ ഒരു ഗുണപാഠം അമല്. കാര്യങ്ങളൊക്കെ വന്നിട്ട് ശേഷമുള്ള അമലല്ല, വരുന്നതിന്റെ മുമ്പുള്ള അമൽ. ആ അമലിനാണ് കൂടുതൽ പ്രത്യേകതയും കാര്യമുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രായം പറയുമ്പോഴും പ്രായത്തിലുള്ള അമലിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അമല് യുവത്വത്തിന്റെ അമലാണ്. യുവത്വത്തിന്റെ അമലാണ്. പ്രായാധിക്യത്തിലുള്ള അമലല്ല അള്ളാഹു തആലക്ക് ഇഷ്ടം, കുട്ടിക്കാലത്തുള്ള അമലും അല്ല, യുവത്വത്തിന്റെ അമൽ. കാരണം യുവത്വം എന്ന് പറയുന്ന ആ 15 മുതൽ 40 വരെ ഉള്ള ആ ഒരു സീസണിലുള്ള മോഹം പറഞ്ഞു. ചിലപ്പോഴൊക്കെ നോമ്പന് നോറ്റുണ്ടായിരുന്നു, മാറിയ നോമ്പൊൽക്കായിരുന്നു. ആ താല്പര്യത്തിന് കൂടുതൽ കാര്യമല്ല. കാരണം നേരത്തെ ചെയ്യാത്തതിന്റെ പേരിൽ രോഗം മാറണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമുള്ള ഒരു അടവാട പറഞ്ഞു. മറ്റേതങ്ങനല്ല. മറ്റേത് പരിചയിച്ചു വന്ന ആ ഒരു കാലയളവിൽ ഉള്ളത് ഇപ്പൊ ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമാണ്. അതിന് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ആരോഗ്യ സമയത്ത് എത്രയാണോ ചെയ്തത് അതനുസരിച്ച് കൊടുക്കുന്നു. ഉദാഹരണം പറയട്ടെ, 10 കൊല്ലം നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പില് അയാൾ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങുന്നതിന്റെ ഇടയിൽ നല്ലോണം കുടുംബം പോറ്റി, നല്ലോണം പ്രവർത്തിച്ച്, ജമാഅത്തിനൊക്കെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് സുബഹിക്കും അയാൾ ഒഴിവനുസരിച്ച് മഗ്‌രിബിനും ഇശാഇനൊക്കെ ഇങ്ങനെ പോകും. ബാക്കി നിസ്കാരമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പോയിരുന്ന ഒരാള് സുബഹിക്ക് പോകാൻ കഴിയാതെ എന്തെങ്കിലും ഒരു വിഷമം കാരണം അയാൾ വീട്ടില് ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ക്ഷീണോ പരിക്കോ രോഗോ കാരണം അയാൾക്ക് ജമാഅത്ത് മുടങ്ങിയ പ്രശ്നം വരൂല. നേരത്തെ പോയത് കണക്കാക്കിയിട്ട് അല്ലാഹു തആല കൊടുക്കും. അത് പോയ ആൾക്കാ, പോകാത്ത ആൾക്കല്ല. പോകാത്ത ആൾക്ക് ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോ നടന്നാൽ ചിലപ്പോ നേരെ തിരിച്ചും വരും. സമയമായിട്ടില്ല എന്നൊക്കെ പിന്നെ പറിച്ചിട്ടുണ്ടായി. ഇങ്ങനെ വരും. നിങ്ങൾ ആൾക്കാർ എന്താ കുട്ടികളും പിന്നെ ഒക്കെ നോക്കാനും കാര്യമൊക്കെ ആയില്ലേ. ഇനിയിപ്പോ പിന്നെ ദീനീ പ്രവർത്തനം മറ്റൊക്കെ സജീവമായിട്ടൊന്ന് അതിനൊന്നും ടൈമായിട്ടില്ല. ആരപ്പ ടൈമായിട്ടില്ല എന്ന് പറഞ്ഞറിയോ? 75 മൂപ്പർക്ക്. ഇപ്പോഴും മൂപ്പര കണക്കിൽ എന്തായില്ല, സമയമായിട്ടില്ല. ഇനി എന്നാ സമയമാകുക? അവിടെയാണ് അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നതിന്റെ മുമ്പുള്ള ഒരുക്കം. ആ ഒരുക്കത്തിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി. ബാദിറൂ ബിൽ അമാലി സിത്തൻ, 6 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് അമല് കൊണ്ട് സജീവമാകണം എന്ന് തങ്ങൾ പറഞ്ഞപ്പോ അതിൽ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് ദാബത്തുൽ അർളിന്റെ വരവ്, അതിൽ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് ദജ്ജാലിന്റെ ആഗമനം, എണ്ണിപ്പറഞ്ഞ ഒന്നാണ് ദുഖാന്. ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കാം. നാളെ ബാക്കി 4-5 അടയാളങ്ങൾ കൂടി ചുരുക്കി വിശദീകരിച്ച് പറയും. നാളെ നമ്മുടെ സദസ്സ് സമാപിക്കും. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നല്ല നിലയിൽ ദീനിയായ അമലുമായി മുന്നോട്ട് പോകാനും എല്ലാ നിലക്കും അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ്
മജ്ലിസ് അല്ലാഹു തആല പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ വിഷയങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇത് ഈ വിഷയത്തിന്റെ പൂർത്തീകരണമല്ല. ഇനിയും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കിട്ടുന്നിടത്ത് നിന്നൊക്കെ നമ്മൾ പഠിക്കണം, ഇൽമ് അധികരിപ്പിക്കണം. ഖിയാമത്ത് നാളിന്റെ ഇൽമുകളും കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, ഇത്രയും വിശദമാക്കി സ്വഹാബത്തും മറ്റും നമ്മെ പഠിപ്പിച്ചത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇൽമും കാര്യങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥയിലല്ലല്ലോ നമ്മുടെ ജീവിതം. ഒക്കെ അറിയാനും മനസ്സിലാക്കാനും പറ്റിയൊരവസ്ഥയിലല്ല. അത് നമുക്ക് അള്ളാഹു തന്നൊരു നിഅമത്താണ്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ നല്ല ഈമാനും അമലൊക്കെ ഊർജ്ജസ്വലതയോടെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിച്ച് നല്ല ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.